ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പ്രഷ്യസ് ബ്ലഡ്, അമൂല്യ രക്തം, നമ്മുടെ കർത്താവായ യേശുവിൻ്റെ തിരുരക്തത്തെക്കുറിച്ച് ചിന്തിക്കുവാനും അവിടുത്തെ തിരുച്ചോരയിലൂടെ നമുക്ക് ലഭ്യമായ അനുഗ്രഹങ്ങളെക്കുറിച്ചും നന്മകളെക്കുറിച്ചും ധ്യാനിക്കുവാൻ കർത്താവ് ഒരുക്കിയ ഈ അനുഗ്രഹിക്കപ്പെട്ട ദിനങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ജൂലൈ മാസം നമ്മുടെ കർത്താവിൻ്റെ തിരുരക്തത്തെക്കുറിച്ച് ചിന്തിക്കുവാനും ഈശോയുടെ തിരുച്ചോരയെ വിളിച്ച് പ്രാർത്ഥിക്കുവാനും തിരുരക്തത്തിൻ്റെ മറവിലായിരിക്കുവാനും സഭ പ്രത്യേകമായി നമ്മെ ക്ഷണിക്കുന്ന മാസമാണ്. ഈ മാസത്തിൻ്റെ ഈ അവസാന ദിനങ്ങളിൽ നമ്മൾ ഒരു കുടുംബമായി നമ്മുടെ കർത്താവായ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയെക്കുറിച്ചും തിരുരക്തത്തിലൂടെ നമുക്ക് ലഭ്യമായ വീണ്ടെടുപ്പ്, എന്തുകൊണ്ടാണ് മനുഷ്യവർഗം മുഴുവനെയും കർത്താവ് തൻ്റെ ചോരയാൽ വീണ്ടെടുത്ത് രക്ഷിച്ചത്, തിരുരക്തത്തിൻ്റെ പ്രത്യേകതകൾ, കർത്താവായ യേശുവിൻ്റെ തിരുച്ചോരയിലൂടെ നമുക്ക് ലഭിക്കുന്ന വിവിധങ്ങളായ അനുഗ്രഹങ്ങൾ, അഭിഷേക കൃപകൾ, ഇതിനെക്കുറിച്ചെല്ലാം ദൈവവചന അടിസ്ഥാനത്തിൽ ചിന്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും സ്വർഗം നമ്മെ വിളിച്ചിരിക്കുകയാണ്. നിങ്ങളേവരെയും ഒത്തിരിയേറെ സ്നേഹത്തോടെ വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ശുശ്രൂഷകളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആയിരിക്കുന്നിടങ്ങളിൽ കർത്താവിൻ്റെ തിരുച്ചോരയെ വിളിച്ച് പ്രാർത്ഥിക്കുവാനും തിരുരക്തത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്ന അത്ഭുത വിമോചനങ്ങൾ, സൗഖ്യങ്ങൾ, വിശുദ്ധീകരണം, അനുഗ്രഹങ്ങൾ, ആത്മീയമായ വിടുതലുകൾ, ഇതെല്ലാം സ്വന്തമാക്കുവാനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 51 സങ്കീർത്തനം 7 തിരുവചനത്തിൽ പരിശുദ്ധ വചനം പറയുകയാണ്. സങ്കീർത്തകനായ ദാവീദ് ഹൃദയ തകർച്ചയോടെ പ്രാർത്ഥിക്കുകയാണ്. ഹിസോപ്പ് കൊണ്ട് എന്നെ പൗത്രീകരിക്കണമേ, ഞാൻ നിർമ്മലനാകും, എന്നെ കഴുകണമേ. എന്താ പ്രാർത്ഥിക്കുന്നത്? എന്നെ കഴുകണമേ കർത്താവേ, എന്നെ കഴുകണമേ. എന്റെ സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയുക, കർത്താവേ എന്നെ കഴുകണമേ എന്ന് ഹൃദയ തകർച്ചയോടെ ദാവീദ് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് കർത്താവ് നമ്മളെ കഴുകുന്നത് തൻ്റെ സ്വന്തം ചോര കൊണ്ടാണ്. തൻ്റെ ചങ്കിൽ നിന്നൊഴുകിയ തിരുരക്തത്താൽ ഈശോ നമ്മെ കഴുകുകയാണ്, നമ്മെ ശുദ്ധീകരിക്കുകയാണ്, നമ്മെ അഭിഷേചിക്കുകയാണ്, നമ്മളെ മുദ്ര ചെയ്യുകയാണ്. ആ രക്തത്തിൻ്റെ മറവിൽ നമ്മെല്ലാവരെയും അവിടുന്ന് മറയ്ക്കുകയാണ്. നമ്മൾ എത്ര ബ്ലെസ്സഡ് ആണ് എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ എത്രയോ അനുഗ്രഹീതരാണ്. സങ്കീർത്തകനായ ദാവീദിനോട് ചേർന്ന് ഈ ഒരു പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. കർത്താവേ, എന്നെ കഴുകണമേ, തിരുച്ചോരയാൽ എൻ്റെ കുടുംബത്തെ കഴുകണമേ, എന്റെ തലമുറകളെ കഴുകണമേ, എന്റെ ബന്ധങ്ങളെ കഴുകണമേ, എന്റെ സമൂഹത്തെ കഴുകണമേ. കർത്താവേ, അങ്ങ് എനിക്ക് ദാനമായി തന്ന സകലതിനെയും അവിടുത്തെ തിരുരക്തത്താൽ കഴുകണമേ, ശുദ്ധീകരിക്കണമേ, മുദ്ര വെക്കണമേ. നമ്മൾ ഒരുമിച്ചൊരു മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും ദൈവത്തിന്റെ വചനം പറയുന്നു, നമ്മുടെ കർത്താവ് പറഞ്ഞു, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6 അധ്യായം 55 വചനത്തിൽ, എന്തെന്നാൽ എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എന്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. നമ്മുടെ കർത്താവ് തന്റെ രക്തശരീരങ്ങളെ കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്ന മനോഹരമായ തിരുവചന ഭാഗമാണിത്. എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എന്റെ രക്തം യഥാർത്ഥ പാനീയമാണ്. ദിനം തോറും കർത്താവിന്റെ ശരീരം ഭക്ഷിക്കുവാനും അവിടുത്തെ രക്തം കുടിക്കുവാനും
കൃപ ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മൾ എത്ര ബ്ലെസ്സഡ് ആണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് എല്ലാ ദിവസവും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ തിരുശരീര രക്തങ്ങൾ ഭക്ഷിക്കുവാനും കുടിക്കുവാനും സഭ നമ്മെ വിളിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, യഥാർത്ഥ പാനീയം കർത്താവിൻ്റെ തിരുരക്തമാണ്. അവിടുത്തെ തിരുരക്തം നമ്മൾ കുടിക്കുമ്പോൾ നമ്മുടെ സകലവിധ ദാഹങ്ങളെയും, ലോകത്തിന്റെ വിവിധങ്ങളായ മോഹങ്ങള്, നശ്വരതയ്ക്ക് വേണ്ടിയുള്ള ചില പാപസുഖങ്ങൾക്ക് വേണ്ടിയുള്ള ദാഹം, ചില ഭോഗേച്ഛകൾക്ക് വേണ്ടിയുള്ള ദാഹം, ഈ ലോകം നീട്ടിത്തരുന്ന നൈമിഷികമായ ചില സുഖങ്ങൾക്ക് വേണ്ടിയുള്ള ദാഹം, ഈ ദാഹങ്ങളെയെല്ലാം ശമിപ്പിക്കുവാൻ കർത്താവായ യേശുവിന്റെ തിരുരക്തത്തിന് മാത്രമേ കഴിയൂ. ഹല്ലേലൂയ. പ്രഷ്യസ് ബ്ലഡ്, അമൂല്യ രക്തം, അമൂല്യ രക്തം. നമുക്ക് ഈ തിരുരക്തത്തെ വിളിച്ചു പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പെരുമഴ പോലെ കർത്താവിന്റെ രക്തം പെയ്തിറങ്ങട്ടെ. നമ്മുടെ കുടുംബങ്ങളിലേക്ക് യേശുവിന്റെ തിരുച്ചോര പെയ്തിറങ്ങട്ടെ. അവിടുത്തെ ചോരയാൽ നമ്മുടെ കുടുംബങ്ങൾ മുദ്ര ചെയ്യപ്പെടട്ടെ. പാപബന്ധനം, പൈശാചിക ആധിപത്യങ്ങൾ, തലമുറകളായി കണ്ടുവരുന്ന ശാപബന്ധനത്തിന്റെ കെട്ടുകള് യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാ, തിരുച്ചോരയുടെ അനന്ത കൃപകളാ, തിരുരക്തത്തിന്റെ അനന്തമായ അഭിഷേകത്താ അതെല്ലാം നിർവീര്യമാകുവാൻ നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, അമൂല്യ രക്തം, കറയില്ലാത്ത രക്തം, കളങ്കമില്ലാത്ത രക്തം, പരിശുദ്ധ രക്തം, ഹോളി ബ്ലഡ്, ബ്ലഡ് ഓഫ് ജീസസ്, ബ്ലഡ് ഓഫ് ജീസസ്. കർത്താവിന്റെ ദൂതന്മാരെ, യേശുവിന്റെ രക്തം തെളിക്കണമേ. പൈശാചിക പീഡകൾ, സാത്താൻ അരൂപികൾ ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന്, കൂട്ടായ്മകളിൽ നിന്ന്, സമൂഹങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകട്ടെ. യേശു രക്തത്തിന്റെ ശക്തിയാ, തിരുച്ചോരയുടെ അനന്ത ശക്തിയാ, അത്ഭുത ഡെലിവറൻസുകൾ സംഭവിക്കട്ടെ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവിന്റെ രക്തമേ, കറയില്ലാത്ത രക്തമേ, കുഞ്ഞാടിന്റെ പോലെയുള്ള അമൂല്യ രക്തമേ, പ്രഷ്യസ് ബ്ലഡ് ഞങ്ങളുടെ മേൽ വീഴുക, ഞങ്ങളുടെ മേൽ വീഴുക. യേശുവിന്റെ രക്തത്താൽ വിടുതൽ, യേശുവിന്റെ രക്തത്താൽ അനുഗ്രഹം, യേശുവിന്റെ രക്തത്താൽ സൗഖ്യം. തലമുറകൾ സൗഖ്യത്തിലേക്ക് വരട്ടെ, കൂട്ടായ്മകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഓരോ കുടുംബവും യേശുവിന്റെ തിരുച്ചോരയാൽ അഭിഷേചിതമാകട്ടെ. Blood of Jesus, blood of Jesus, blood of Jesus. രക്തം, തിരുരക്തം. ഇരു കരങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് തുറന്നു പിടിച്ച് നമ്മൾ ഒരുമിച്ചൊരു മനസ്സോടെ പരിശുദ്ധ അമ്മയോടും ജോസഫ് പിതാവിനോടും സകല വിശുദ്ധരോടും ചേർന്ന് കർത്താവിന്റെ തിരുരക്തത്തെ പാടി പുകഴ്ത്തുകയാണ്. യേശുവിന്റെ തിരുച്ചോരയിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് നമ്മൾ ഒന്നിച്ചു പാടുന്നു. ആമേൻ. കുഞ്ഞാടിൻ തിരു രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു, തൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിയിടും. കുഞ്ഞാടിൻ തിരു രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു, തൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിയിടും. മഹത്വം രക്ഷക സ്തുതി നിനക്കുന്നു, പാപത്തിൽ നിന്നെ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടിവണങ്ങും. ഒന്ന് ചേർന്ന് പാടിക്കുക. മഹത്വം രക്ഷക, യേശുവിന്റെ രക്തമേ, കറയില്ലാത്ത രക്തമേ, നിന്നെ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടിവണങ്ങും. ഇരു കരങ്ങൾ ഉയർത്തി യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടുവാൻ,
രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുവാൻ, കർത്താവിന്റെ കറയില്ലാത്ത രക്തത്താൽ അഭിഷേകിതനാകുവാൻ ആഗ്രഹിച്ച് കരമുയർത്തി വിളിക്കുന്നു, തിരുരക്തമേ, സാത്താന്റെ തലയെ തകർത്ത, പിശാചിന്റെ അടിസ്ഥാനങ്ങളെ പൊട്ടിച്ച, മനുഷ്യവർഗത്തെ വീണ്ടെടുത്ത് രക്ഷിച്ച യേശുവിന്റെ തിരുരക്തമേ, അമ്മയുടെ രക്തമേ, ഞങ്ങൾ ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. സ്തുതിക്കുന്നു. ഇത് കരങ്ങൾ അല്പം ഒന്ന് കരങ്ങൾ കോർത്ത് പിടിച്ച്, കൈകൾ പരസ്പരം കോർത്ത് പിടിച്ച് ഒരിക്കൽ കൂടെ പാടുകയാണ്. ആമേൻ. ഗ്ലോറി. ശക്തിയുണ്ട്, ശക്തി, അത്ഭുത ശക്തി യേശുവിൻ രക്തത്തിൽ. ശക്തിയുണ്ട്, ശക്തി, അത്ഭുത ശക്തി യേശു ക്രിസ്തുവിൻ രക്തത്തിൽ. അഭിഷേകത്തോടെ പാടുകേ. ശക്തിയുണ്ട്, ശക്തി, അത്ഭുത ശക്തി യേശുവിൻ രക്തത്തിൽ. ശക്തിയുണ്ട്, ശക്തി, അത്ഭുത ശക്തി യേശു ക്രിസ്തുവിൻ രക്തത്തിൽ. There is power, power, wonder-working power in the blood of the Lamb. There is power, power, wonder-working power in the precious blood of the Lamb. There is power, power, wonder-working power in the blood of the Lamb. ജീവിതങ്ങൾ, കുടുംബങ്ങൾ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു രക്തത്താൽ, യേശു രക്തത്താൽ, യേശു രക്തത്താൽ അനുഗ്രഹം, അനുഗ്രഹം, സൗഖ്യം, മോചനം, അഭിഷേകം. സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടെ കരമുയർത്തി വിളിക്കുന്നു, യേശുവിന്റെ തിരുരക്തമേ, അറിയില്ലാത്ത രക്തമേ, കളങ്കമില്ലാത്ത രക്തമേ, ഈ ദൈവജനത്തിന് മേൽ വീഴുക. യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം, യേശു രക്തത്താൽ നീതീകരണം, യേശു രക്തത്താൽ വിമോചനം, യേശു രക്തത്താൽ അഭിഷേകം, യേശു രക്തത്താൽ വീണ്ടെടുപ്പ്. സ്തുതിക്കുന്നു. സകല കെട്ടുകളും അഴിഞ്ഞു മാറി പോകട്ടെ. യേശുവിന്റെ രക്തം, blood of Jesus, blood of Jesus, blood of Jesus, blood of Jesus. ഞങ്ങൾ ആ രക്തത്തിന്റെ മറവിലേക്ക് വരുന്നു. കർത്താവേ, ഞങ്ങളെ മറയ്ക്കണമേ. തിരുച്ചോരയാൽ ഞങ്ങളെ മറയ്ക്കണമേ. തിരുരക്തത്താൽ ഞങ്ങളെ പൊതിയണമേ. ജീസസ്, 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 ജീസസ്. മുഖ്യദൂതന്മാരായ വിശുദ്ധ മിഖായേലേ, വിശുദ്ധ ഗബ്രിയേലേ, വിശുദ്ധ റാഫേലേ, കർത്താവിന്റെ തിരുച്ചോരയാൽ ഞങ്ങളെ പൊതിയണമേ, ഞങ്ങളെ മുദ്ര ചെയ്യണമേ. ജീസസ്, ജീസസ്. പരിശുദ്ധമ്മേ, ശൗസേ പിതാവേ, സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങളും കുഞ്ഞുങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ. നമുക്ക് എല്ലാവർക്കും ശാന്തമായിട്ടിരിക്കാം. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, അമൂല്യമായ രക്തം, പ്രഷ്യസ് ബ്ലഡ്, നമ്മുടെ കർത്താവായ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ വിലയും ശക്തിയും നമുക്ക് ലഭ്യമാകുന്ന അനുഗ്രഹങ്ങളും നന്മകളെല്ലാം ഈ 4 ദിനങ്ങളിൽ ദൈവവചനത്തിൽ നിന്ന് നമ്മൾ ധ്യാനിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിച്ചു. എഫെസസ്കാർക്ക് ഇത് ലേഖനം 1-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ, അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. ആ വചനം എല്ലാവരും ശ്രദ്ധിച്ച്, നമ്മുടെ കർത്താവിൻ്റെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. നമ്മൾ അനേക പ്രാവശ്യം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത തിരുവചനമാണിത്.
കർത്താവായ യേശുവിൻ്റെ രക്തം വഴി നമുക്ക് രക്ഷ കൈവന്നിരിക്കുന്നു. ഇറ്റേണൽ സാൽവേഷൻ, നിത്യമായ രക്ഷ ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ നമുക്കെല്ലാം ലഭിച്ചിരിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ നമുക്ക് ഈ രക്ഷ ലഭ്യമായത്? നമ്മളത് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. കർത്താവായ യേശുവിൻ്റെ തിരുരക്തത്തിലൂടെ മനുഷ്യവർഗം മുഴുവനെയും നിത്യമായ രക്ഷ ലഭിച്ചുവെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? കർത്താവിൻ്റെ രക്തം ചിന്തലിലൂടെ എല്ലാ ജനപദങ്ങളും നിത്യരക്ഷയിലേക്ക് വന്നിരിക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കർത്താവിൻ്റെ പരിശുദ്ധ വചനം പറയുകയാണ്, ക്രിസ്തുവിൻ്റെ രക്തം വഴി നമുക്ക് രക്ഷ കൈവന്നിരിക്കുന്നു. രക്ഷ കൈവന്നിരിക്കുന്നു. യേശുവിൻ്റെ രക്തം മനുഷ്യവർഗം മുഴുവൻ്റെയും രക്ഷയ്ക്ക് പര്യാപ്തമാണോ? പര്യാപ്തമാണോ? ഈ ചോദ്യത്തിന് മറുപടിയായി പരിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ്, എന്തിനാണ് നമ്മുടെ കർത്താവ് കുരിശിൽ രക്തം ചിന്തിയത്? സ്വർഗത്തിലിരുന്ന് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ, മനുഷ്യവർഗമേ നിങ്ങളൊക്കെ രക്ഷപ്പെട്ടിരിക്കുന്നു? സർവശക്തനായ ദൈവം പറഞ്ഞാൽ അത് സംഭവിക്കും. കാരണം ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. പിന്നെ എന്തിനാണ് നമ്മുടെ കർത്താവ് നമ്മെപ്പോലെ രക്തത്തിലും മാംസത്തിലും ഭാഗഭാക്കായി മനുഷ്യനായി ഈ ലോകത്തിൽ ഇറങ്ങി വന്ന് നമ്മെപ്പോലെ ഈ ലോകത്തിൽ ജീവിച്ച് പീഡാസഹനങ്ങൾ കൈവരിച്ച് കാൽവരി കുരിശ് രക്തം ചിന്തി അവിടുന്ന് എന്തിനാണ് നമുക്ക് വേണ്ടി മരിച്ചത്? ഹെബ്രായ പുസ്തകം 9-ാം അധ്യായം, ദ ബുക്ക് ഓഫ് ഹീബ്രു, ഹെബ്രായ പുസ്തകം 9:22 കൃത്യമായി വചനം പഠിപ്പിക്കുന്നു, രക്തം ചിന്താതെ പാപമോചനമില്ല. ശ്രദ്ധിക്കണമേ സഹോദരങ്ങളെ, രക്തം ചിന്താതെ പാപമോചനമില്ല. നമ്മുടെ കർത്താവായ യേശു നമ്മെപ്പോലെ രക്തത്തിലും മാംസത്തിലും ഭാഗഭാക്കായി ലോകത്തിൽ ഇറങ്ങി വന്ന് കുരിശിൽ രക്തം ചിന്തി മരിച്ചത് നമ്മെ വീണ്ടെടുക്കുവാനായിരുന്നു, നമ്മെ രക്ഷിക്കുവാനായിരുന്നു. കാരണം ദൈവത്തിൻ്റെ വ്യവസ്ഥയാണ്, രക്തം ചിന്താതെ പാപമോചനമില്ല. എന്നെയും നിങ്ങളെയും രക്ഷിക്കുവാൻ, മനുഷ്യവർഗം മുഴുവനെയും നിത്യമായി രക്ഷിക്കുവാൻ കർത്താവായ യേശു രക്തം ചിന്തേ മതിയാകൂ. രക്തം ചിന്താതെ പാപമോചനമില്ല, വീണ്ടെടുപ്പില്ല. എന്തുകൊണ്ടാണ് ഈ വചനം ഇപ്രകാരം നമ്മൾ പഠിപ്പിക്കുന്നത്? ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പഴയ നിയമത്തിലേക്ക് പോകണം. ലേവ്യ പുസ്തകം 17-ാം അധ്യായം 11-ാം വചനത്തിൽ മനോഹരമായൊരു മർമ്മം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരികയാണ്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ വലിയ സത്യം കർത്താവിൻ്റെ പരിശുദ്ധ വചനത്തിൽ ദൈവത്തിൻ്റെ റൂഹ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് മെഡിക്കൽ സയൻസ് ഈ സത്യം കണ്ടുപിടിച്ചത്. പരിശുദ്ധ വചനം എന്താ പഠിപ്പിക്കുന്നത്? എന്തെന്നാൽ ശരീരത്തിൻ്റെ ജീവൻ രക്തത്തിലാണ് ഇരിക്കുന്നത്. അത് ബലിപീഠത്തിന്മേൽ ജീവന് വേണ്ടി പാപപരിഹാരം ചെയ്യാൻ ഞാൻ നൽകിയിരിക്കുന്നു. അതിൽ ജീവനുള്ളത് കൊണ്ട് രക്തമാണ് പാപപരിഹാരം ചെയ്യുന്നത്. എൻ്റെ സഹോദരങ്ങളെ, വളരെ കൃത്യമായ തിരുവചനമാണിത്. രക്തം ചിന്താതെ പാപമോചനമില്ല എന്ന് കർത്താവിൻ്റെ തിരുവഴുത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എന്താണ്? ജീവൻ അടങ്ങിയിരിക്കുന്നത് രക്തത്തിലാണ്. അതുകൊണ്ടാണ് നമ്മൾ പല അസുഖങ്ങളുമായി ഡോക്ടേഴ്സിനടുത്ത് ചെല്ലുമ്പോൾ ഈ രക്തം പരിശോധിക്കുമ്പോൾ നമ്മുടെ രോഗ വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. കാരണം മനുഷ്യൻ്റെ ജീവിതവും അവൻ്റെ രക്തവും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. മനുഷ്യൻ്റെ ജീവൻ അടങ്ങിയിരിക്കുന്നത് രക്തത്തിലാണ്.
അത് പാപപരിഹാരം ചെയ്യാൻ ബലിപീഠത്തിന് ഞാൻ നൽകിയിരിക്കുകയാണ്. രക്തത്തിൽ ജീവനുള്ളത് കൊണ്ട് രക്തമാണ് പാപപരിഹാരം ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണ് നമ്മുടെ കർത്താവ് കുരിശിൽ രക്തം ചിന്തിയത്? രക്തം ചിന്താതെ പാപപരിഹാരമില്ല, രക്തം ചിന്താതെ വീണ്ടെടുപ്പില്ല, രക്തം ചിന്താതെ നമ്മെ നിത്യമായി രക്ഷിക്കുവാൻ കർത്താവിന് കഴിയുകയില്ല. അവൻ സർവശക്തനാണ്, സർവാധിപനാണ്. എന്നാൽ സഹോദരങ്ങളെ, വീണ്ടെടുപ്പ് പൂർണ്ണമായും സാധ്യമാകണമെങ്കിൽ നമ്മുടെ കർത്താവായ യേശു രക്തം ചിന്തിയേ മതിയാകൂ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് മത്തായിയുടെ സുവിശേഷം 26 അധ്യായം 28 വചനത്തിൽ നമ്മുടെ കർത്താവ് പഠിപ്പിച്ചു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എന്റെ രക്തമാണ്. എന്റെ രക്തമാണ്, എന്റെ രക്തമാണ്. എന്തിനാണ് ഈ രക്തം? ഇത് അനേകരുടെ പാപമോചനത്തിന് വേണ്ടി ഞാൻ ചിന്തുന്ന എന്റെ രക്തമാണ്. ബ്ലഡ് ഓഫ് ജീസസ്, ഈശോയുടെ രക്തമേ, തിരുരക്തമേ, അനേകരുടെ വീണ്ടെടുപ്പിന് വേണ്ടി. ഈ അനേകർ എന്ന് പറയുന്നത് മനുഷ്യവർഗം മുഴുവനുമാണ്. ഈ സത്യമാണ് പൗലോസ് അപ്പോസ്തലൻ സഭയെ പഠിപ്പിക്കുന്നത്. കൊളോസസ്കാർക്കെതിരെ ലേഖനം 1 അധ്യായം 14 വചനത്തിൽ പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നു, അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ് നമുക്ക് പാപമോചനവും നിത്യമായ രക്ഷയും ലഭിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളിലൂടെ പൂർണ്ണമായ രക്ഷ, പൂർണ്ണമായ സ്വാതന്ത്ര്യം, ടോട്ടൽ ലിബറേഷൻ, പരിപൂർണമായ വിമോചനം, വീണ്ടെടുപ്പ് നമുക്ക് ലഭ്യമായിരിക്കുന്നത് കർത്താവായ യേശുവിൻ്റെ തിരുശരീരത്തിലൂടെയും തിരുരക്തത്തിലൂടെയുമാണ്. ഇത് വിശ്വസിക്കുന്നവർ ഉച്ചത്തിലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ രക്തം ജയം. ഇന്ന് അനേകർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ കർത്താവായ യേശുവിൻ്റെ രക്തം ചിന്തലിലൂടെ മനുഷ്യവർഗം മുഴുവനെയും വീണ്ടെടുപ്പ് ലഭിച്ചു, നിത്യമായി രക്ഷ ലഭിച്ചുവെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നത്? ഈശോയെ പോലെ പലരും ലോക ചരിത്രത്തിൽ കുരിശിൽ കിടന്ന് മരിച്ചിട്ടുണ്ട്. എന്നാൽ അവരുടെ രക്തം ചിന്തലിന് മനുഷ്യവർഗത്തിന്റെ പാപങ്ങളെ പരിഹരിക്കുവാനും മനുഷ്യരെ വീണ്ടെടുക്കുവാനും കഴിഞ്ഞില്ല. എന്നാൽ എന്താണ് യേശുവിൻ്റെ രക്തം ചിന്തലിന്റെ പ്രത്യേകത? കർത്താവായ യേശുവിൻ്റെ കുരിശിലെ മരണത്തിലൂടെ, രക്തം ചിന്തലിലൂടെ എന്തുകൊണ്ടാണ് മനുഷ്യവർഗം മുഴുവനെയും നിത്യമായ രക്ഷയും വീണ്ടെടുപ്പും ലഭിച്ചത്? ഇത് നാം മനസ്സിലാക്കണം. ഇവിടെയാണ് നമ്മുടെ കർത്താവിൻ്റെ അനന്യത. മറ്റുള്ള ഏത് വ്യക്തികൾ, ഈ ലോകത്തിൽ അനേകം മഹത് വ്യക്തികളുണ്ട്, അതിൽ നിന്നെല്ലാം നമ്മുടെ ഈശോയെ വ്യത്യസ്തനാക്കുന്നത്, അനന്യനാക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ യുണിക്നെസ്, വ്യത്യസ്തത എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. എബ്രായ പുസ്തകം 7 അധ്യായം 25 26 വചനത്തിൽ പരിശുദ്ധാത്മാവ് തിരുവെഴുത്തിൽ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്, തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. 26 വചനത്തിൽ നമ്മുടെ കർത്താവിൻ്റെ യോഗ്യത, നമ്മുടെ ഈശോയുടെ യോഗ്യതകൾ തിരുവചനത്തിൽ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് എപ്രകാരമുള്ളവനാണ്? അവൻ പരിശുദ്ധനും ദോഷരഹിതനും നിഷ്കളങ്കനും പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനും 4 വിശേഷണങ്ങൾ അവിടെ പറയുകയാണ്. 1, അവൻ പരിശുദ്ധനാണ്. 2, അവൻ ദോഷരഹിതനാണ്. 3, അവൻ നിഷ്കളങ്കനാണ്.
നാലാമത് അവൻ പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനാണ്. ഒരിക്കൽ പോലും പാപം ചെയ്യാത്തവനാണ്. എന്റെ സഹോദരങ്ങളെ, ഇതുപോലെ ലോക ചരിത്രത്തിൽ ആരും തന്നെ ഇല്ല. നമ്മുടെ കർത്താവായ യേശുവിനെ മറ്റ് സകലരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് കർത്താവിൻ്റെ ഈ ഒരു സ്വഭാവ വിശേഷണമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ബൈബിൾ യേശുവിൻ്റെ രക്തത്തെ പല പേരുകളിൽ വിളിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 4-ാം വചനത്തിൽ യേശുവിന്റെ രക്തത്തെ, തിരുരക്തത്തെ എന്താണ് പറയുന്നത്? നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്ത് ഞാൻ പാപം ചെയ്തിരിക്കുന്നു. നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്ത് ഞാൻ പാപം ചെയ്തിരിക്കുന്നു. യേശുവിന്റെ രക്തത്തെ പരിശുദ്ധ വചനം പറയുന്നത് നിഷ്കളങ്കമായ രക്തം, കുറ്റമില്ലാത്ത രക്തം. ഹല്ലേലൂയ, കുറ്റമില്ലാത്ത രക്തം. വീണ്ടും പത്രോസിൽ എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 19-ാമത്തെ വചനം എന്താ പഠിപ്പിക്കുന്നത്? കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെത് പോലെയുള്ള ക്രിസ്തുവിന്റെ അമൂല്യ രക്തം കൊണ്ടത്രേ. എപ്രകാരമുള്ള രക്തമാണ് യേശുവിന്റെ രക്തം? അമൂല്യ രക്തം, പ്രഷ്യസ് ബ്ലഡ്, അമൂല്യ രക്തം കൊണ്ടത്രേ. വീണ്ടും വെളിപാട് പുസ്തകം 7-ാം അധ്യായം 14-ാം വചനത്തിൽ പരിശുദ്ധ വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. ഞാൻ മറുപടി പറഞ്ഞു, പ്രഭു അങ്ങേക്ക് അറിയാമല്ലോ. അതിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞിരിക്കുകയാണ്, ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ. ശ്രദ്ധിക്കണമേ, കുഞ്ഞാടിന്റെ രക്തം, പരിശുദ്ധ രക്തം, അമൂല്യ രക്തം, കറയില്ലാത്ത രക്തം, കളങ്കമില്ലാത്ത രക്തം. ഹെബ്രായ പുസ്തകം 9:14 വീണ്ടും പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നു. അവിടെ എന്താ വചനം പറയുന്നത്? എങ്കിൽ നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ സമർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം കണ്ടു. ക്രിസ്തുവിന്റെ രക്തം അതെങ്ങനെയുള്ള രക്തമാണ്? കളങ്കമില്ലാതെ ദൈവത്തിന് സമർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം. എന്റെ സഹോദരങ്ങളെ, യേശുവിന്റെ രക്തം കളങ്കമില്ലാത്ത രക്തമാണ്, പരിശുദ്ധ രക്തമാണ്, കുറ്റമില്ലാത്ത രക്തമാണ്. നിങ്ങൾ ആ കുരിശിലോട്ട് നോക്കിയേ, അത് അമൂല്യമായ രക്തമാണ്, വിലയേറിയ വിലപ്പെട്ട രക്തമാണ്. എന്റെ സഹോദരങ്ങളെ, ഇതുപോലെ മാനവകുലത്തിൽ ആരും തന്നെ ഇല്ല എന്ന് പരിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ്. നാം പഴയ നിയമത്തിലോട്ട് വരുമ്പോൾ കാണാൻ പറ്റും, കർത്താവിന്റെ രക്തം ചിന്തയിലൂടെ നമുക്ക് നിത്യരക്ഷ ലഭിച്ചത് ഇത് വെറും ഒരു തമാശയല്ല, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു പറ്റിക്കാനുള്ള ഒരു കാര്യമല്ല ഇത്. സഹോദരങ്ങളെ, ഇത് നിത്യസത്യമാണ്, ഇത് സഭയുടെ വിശ്വാസമാണ്, ഇത് ദൈവവചനത്തിന് പ്രബോധനമാണ്. പരിശുദ്ധ വചനം പറയുന്നു, പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പഴയ നിയമത്തിൽ പെസഹ കുഞ്ഞാട് എപ്രകാരമുള്ളതായിരിക്കണം. ബലിക്ക് വേണ്ടി തെരഞ്ഞെടുക്കുന്ന പെസഹ കുഞ്ഞാടിന്റെ വിശേഷണങ്ങൾ കൃത്യമായി ദൈവത്തിന്റെ തിരുവെഴുത്തിൽ പരിശുദ്ധ റൂഹ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം, അവിടെ ആ വചനം നമുക്ക് ശ്രദ്ധിക്കാം. 5-ാം വചനത്തിലാണ്, പുറപ്പാട് 12:5. അവിടെ പറയുകയാണ്, കോലാടുകളിൽ നിന്ന് ചെമ്മരിയാടുകളിൽ നിന്ന് ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്തുകൊള്ളുക, എന്നാൽ അതൊരു വയസ്സുള്ളതും ഊനമറ്റതുമായ മുട്ടാടായിരിക്കണം. അത് ഊനമറ്റ മുട്ടാടായിരിക്കണമെന്ന് കൃത്യം പറയുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവായ യേശുവിലേക്ക് വാ. നമ്മുടെ പെസഹ കുഞ്ഞാട് ആരാണ്? നമ്മുടെ കർത്താവായ യേശുവാണ്. നമ്മളെ നിത്യമായി രക്ഷിച്ച്, നമ്മളെ വീണ്ടെടുത്ത് രക്ഷിച്ച
നമ്മുടെ പെസഹ കുഞ്ഞാട് നമ്മുടെ ഈശോയാണ്. പൗലോസ്ലീഹ സത്യം സഭയെ പഠിപ്പിക്കുന്നുണ്ട്. കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ വചനത്തിൽ നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഒരുമിച്ച വചനം ഏറ്റുപറഞ്ഞ്, നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ സഹോദരങ്ങളെ, ആരാണ് നമ്മുടെ പെസഹ കുഞ്ഞാട്? നമ്മുടെ കർത്താവായ യേശുവാണ്. കരമടിച്ച കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവിനെ സ്നേഹിച്ചുകൊണ്ടെന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ, ഈശോയെ. നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. പഴയ നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഈ പെസഹ കുഞ്ഞാട് ഊനമറ്റ കുഞ്ഞാടായിരിക്കണം. ഊനമറ്റ കുഞ്ഞാടിന് മാത്രമേ ബലിയർപ്പണത്തിനുള്ള യോഗ്യതയോ അവകാശമുള്ളൂ. എന്തുകൊണ്ടാ മാനവകുലം മുഴുവൻ്റെയും രക്ഷ കർത്താവായ ക്രിസ്തുവിൻ്റെ രക്തം ചിന്തലിലൂടെ സാധ്യമായത്? കാരണം അവൻ ഊനമറ്റ കുഞ്ഞാടായിരുന്നു. കുറവുകളില്ലാത്ത, വികലതകളില്ലാത്ത, കുറ്റമില്ലാത്ത, കറയില്ലാത്ത, കളങ്കമില്ലാത്ത പരിശുദ്ധനായവൻ. അവൻ ദൈവത്തിൻ്റെ പരിശുദ്ധനായിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവായ യേശുവിൻ്റെ 30 വർഷത്തെ ആ രഹസ്യ ജീവിതം സ്വർഗം കാണുകയാണ്. ആ 30 വർഷത്തെ ജീവിതം കണ്ട് ദൈവപിതാവ് സാക്ഷ്യപ്പെടുത്തുകയാണ്. ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 22-ാം വചനത്തിൽ എന്താണ് സ്വർഗം സാക്ഷ്യപ്പെടുത്തുന്നത്? സ്വർഗത്തിലൊരു സ്വരമുണ്ടായി, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. 30 വർഷത്തെ കർത്താവിൻ്റെ രഹസ്യ ജീവിതം, പേഴ്സണൽ ലൈഫ്, ആ രഹസ്യ ജീവിതം കണ്ട് സ്വർഗം സാക്ഷ്യപ്പെടുത്തി, ഇവൻ ഊനമറ്റ കുഞ്ഞാടാണ്, കറയില്ലാത്ത കുഞ്ഞാടാണ്, കളങ്കമില്ലാത്ത, കുറ്റമില്ലാത്ത കുഞ്ഞാടാണ് ഇതെന്ന് ദൈവപിതാവ് സാക്ഷ്യപ്പെടുത്തുന്നത്. സ്നാപയോഹന്നാനല്ല. കർത്താവിൻ്റെ സ്നാനം, ജ്ഞാനസ്നാനം കണ്ടുകൊണ്ടിരുന്ന ആ ജനക്കൂട്ടമല്ല പറഞ്ഞത്. സ്വർഗത്തിൽ നിന്ന് സ്വരമുണ്ടായി, ദൈവപിതാവ് സാക്ഷ്യപ്പെടുത്തി, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. തുടർന്ന് 3 വർഷത്തെ പബ്ലിക് ലൈഫ്, തൻ്റെ മിനിസ്ട്രി ലൈഫ്, ആ 3 വർഷത്തെ തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ വീണ്ടും സ്വർഗം സാക്ഷ്യപ്പെടുത്തുകയാണ്. ദൈവപിതാവ് വിളിച്ചു പറയുകയാണ്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം, അവിടെ വചനം എന്താണ്? 5-ാമത്തെ വചനം ഒരുമിച്ച് വായിച്ച്. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശോഭയേറിയ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. ഒരു സ്വരമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ദൈവപിതാവ് സാക്ഷ്യപ്പെടുത്തുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും, കർത്താവിൻ്റെ ലൈഫ് വളരെ ട്രാൻസ്പെറന്റ് ആയിരുന്നു. ഹെബ്രായർ 7:26 നമ്മൾ കണ്ടു, പരിശുദ്ധനും ദോഷരഹിതനും നിഷ്കളങ്കനും ഒരിക്കൽ പോലും പാപം ചെയ്തിട്ടില്ലാത്തവനുമാണ് നമ്മുടെ കർത്താവായ യേശു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം രക്ഷക, സ്തുതി നിനക്കെന്നും, പാപത്തിൽ നിന്നെന്നെ വീണ്ടെടുത്തതിനായി സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം, നന്ദിയോടടി വണങ്ങും. നമ്മുടെ കർത്താവ് എത്രയോ നല്ലവനാണ്. നമ്മുടെ കർത്താവ് എത്രയോ പരിശുദ്ധനാണ്. ദൈവപിതാവ് സാക്ഷ്യപ്പെടുത്തി, സ്വർഗത്തിന്റെ സാക്ഷ്യം. ഇനി ഈ ലോകം, മനുഷ്യരെന്താണ് ഈശോയെ സാക്ഷ്യപ്പെടുത്തിയത്? പിലാത്തോസ് അന്നത്തെ റോമൻ ഗവർണറാണ്. പിലാത്തോസ് യേശുവിനെ പരിശോധിച്ചതിന് ശേഷം ലോകത്തോട് വിളിച്ചു പറഞ്ഞു,
യോഹന്നാന്റെ സുവിശേഷം 18 അധ്യായം 38 വചനത്തിൽ എന്താണ് യേശുവിനെ കുറിച്ച് പിലാത്തോസ് പറഞ്ഞത്? പീലാത്തോസ് അവനോട് ചോദിച്ചു, എന്താണ് സത്യം? തുടർന്ന് ഇത് ചോദിച്ചിട്ട് അവൻ വീണ്ടും യഹൂദരുടെ അടുത്തേക്ക് ചെന്ന്, അതിന്റെ അവസാന ഭാഗം നമ്മൾ വായിക്കുക. അവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. എന്താ പിലാത്തോസ് പറഞ്ഞത്? അവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. വീണ്ടും രണ്ടാം പ്രാവശ്യം ഇത് തന്നെ ആവർത്തിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 19:4 പരിശുദ്ധ വചനം പറയുന്നു, ഒരു കുറ്റവും ഞാൻ അവനിൽ കാണുന്നില്ല. ഇതാ ഒരു കുറ്റവും ഞാൻ അവനിൽ കാണുന്നില്ല. നമ്മൾ ഒരുമിച്ച് ആ വചനം വായിച്ചേ. ഒരു കുറ്റവും ഞാൻ അവനിൽ കാണുന്നില്ല. മൂന്നാം പ്രാവശ്യവും ഇത് തന്നെ പിലാത്തോസ് ആവർത്തിക്കുകയാണ്. 19 അധ്യായം 6 വചനത്തിൽ. 6 വചനത്തിൽ എന്താ പരിശുദ്ധ വചനം പറയുന്നത്? ഞാൻ അവനിൽ കണ്ടു, അവിടെ പറയുന്നു, എന്തെന്നാൽ ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. നിങ്ങൾ തന്നെ അവനെ കൊണ്ടുപോയി ക്രൂശിക്കേ. ഞാൻ യേശുവിൽ ഒരു കുറ്റവും കാണുന്നില്ല. അന്നത്തെ റോമൻ ഗവർണറായ പിലാത്തോസ് പല പ്രാവശ്യം യേശുവിനെ പരിശോധിച്ചതിന് ശേഷം ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഇവൻ ഊനമറ്റ കുഞ്ഞാടാണ്, ഇവൻ ദൈവത്തിന്റെ പരിശുദ്ധനാണ്, കറയില്ലാത്ത കളങ്കമില്ലാത്ത കുഞ്ഞാടാണ് ഈ നിൽക്കുന്ന യേശു ക്രിസ്തു. എന്റെ സഹോദരങ്ങളെ, ശതാധിപൻ കുരിശുമരണം ആ വിധി നടപ്പിലാക്കുന്ന ഒരു വലിയ ഒഫീഷ്യലാണ്. അദ്ദേഹം അനേകം കുരിശുമരണം കണ്ടിട്ടുണ്ട്. എന്നാൽ നമ്മുടെ കർത്താവായ യേശുവിന്റെ കുരിശിലെ ആ കുരിശുമരണം ശതാധിപൻ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. എന്താ വിളിച്ചു പറഞ്ഞത്? മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു, 27 അധ്യായം 54 വചനത്തിൽ, 27:54 യേശുവിനെ കാവൽ നിന്നിരുന്ന ശതാധിപനും അവന്റെ കൂടെ ഉണ്ടായിരുന്നവരും വിളിച്ചു പറഞ്ഞു, സത്യമായും ഇവൻ ദൈവപുത്രനായിരുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സെഞ്ചൂറിയൻ ശതാധിപൻ എന്താ വിളിച്ചു പറഞ്ഞത്? കുരിശിലേക്ക് നോക്കി ആ മനുഷ്യൻ പറയുകയാണ്, ഇവൻ സത്യമായും ദൈവത്തിന്റെ പുത്രനായിരുന്നു, ദൈവത്തിന്റെ പുത്രനായിരുന്നു. എന്റെ സഹോദരങ്ങളെ, സ്വർഗം സാക്ഷ്യപ്പെടുത്തി യേശു ഊനമറ്റ കുഞ്ഞാടാണ്. ഇതാ ലോകം സാക്ഷ്യപ്പെടുത്തുന്നു, യേശു ഊനമറ്റ കുഞ്ഞാടാണ്. ഇനി നരകം, പിശാചിന്റെ സാക്ഷ്യം എന്തായിരുന്നു? മാർക്കോസിന്റെ സുവിശേഷം 3 അധ്യായം 11 വചനത്തിൽ കർത്താവിന്റെ പരിശുദ്ധ വചനം പറയുന്നു, അശുദ്ധാത്മാക്കൾ അവനെ കണ്ടപ്പോൾ യേശുവിന്റെ മുൻപിൽ വീണ് നീ ദൈവപുത്രനാണ് എന്ന് വിളിച്ചു പറഞ്ഞു. നീ ദൈവത്തിന്റെ പുത്രനാണ് എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് അവരിൽ നിന്ന് വിട്ടുപോവുകയാണ്. വലിയ ഡെലിവറൻസുകൾ സംഭവിക്കുകയാണ്. കർത്താവ് വചനം അയച്ച് അശുദ്ധാത്മാക്കളെ പുറത്താക്കി, പിശാച് ബാധിതരെ സുഖപ്പെടുത്തി. ഇവരിൽ ആവസിച്ചിരുന്ന അശുദ്ധാത്മാക്കളെ ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു. എന്താ പറഞ്ഞത്? നീ ദൈവത്തിന്റെ പുത്രനാണ്, നീ ദൈവത്തിന്റെ പുത്രനാണ്. പിശാചിന് വരെ പിശാചിന് അറിയാമായിരുന്നു നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധി. നമ്മുടെ കർത്താവ് ഊനമറ്റ കുഞ്ഞാടാണ്, അവൻ കറയില്ലാത്തവനാണ്, കളങ്കമില്ലാത്തവൻ. അതുകൊണ്ടാണ് ബ്ലഡ് ഓഫ് ജീസസ്, യേശുവിന്റെ രക്തം. യേശുവിന്റെ രക്തം എന്ന് പറയുമ്പോൾ നരകം നടുങ്ങി വിറയ്ക്കുന്നതിന് കാരണം നമ്മുടെ ശബ്ദത്തിന്റെ മാധുര്യമല്ല. ബ്ലഡ് ഓഫ് ജീസസ്, അത് യേശു, അത് പിശാചിന്റെ തലയെ തകർത്ത രക്തമാണ്. സാത്താന്റെ അടിസ്ഥാനങ്ങളെ ഛിന്ന ഭിന്നമാക്കിയ രക്തമാണ്. പിശാചിന്റെ സകല പിടികളെയും പൊട്ടിച്ചു കളഞ്ഞ അമൂല്യ രക്തമാണ്. പ്രഷ്യസ് ബ്ലഡ്. ആ രക്തത്തെ അന്നും ഇന്നും എന്നും സാത്താൻ ഭയപ്പെടുന്നു, നരകം ഭയപ്പെടുന്നു. ആഫ്രിക്കയിൽ പരിശുദ്ധാത്മാവ് ശക്തമായി ഉപയോഗിക്കുന്ന ഒരു മിഷണറി ഉണ്ട്. അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളിലൂടെ 10,000 മാനസാന്തരത്തിലേക്ക് വന്നു. സുവിശേഷം കേട്ട് നിത്യരക്ഷ സ്വന്തമാക്കി. ഈ മാനസാന്തരപ്പെട്ടവരിൽ പലരും കൊടും മന്ത്രവാദികളായിരുന്നു.
ആഭിചാരകരെ, കൂടോത്രം ചെയ്തിരുന്നവരെ. ആഫ്രിക്കയിൽ കുടിൽ വ്യവസായം പോലെയാണ് മന്ത്രവാദവും ആഭിചാരവും കൂടോത്രമൊക്കെ. സുവിശേഷത്തിന്റെ തീ പരിശുദ്ധാത്മാവ് അവരിൽ കത്തിച്ചപ്പോൾ, സ്വർഗത്തിന്റെ തീയായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അഭിഷേകത്തിന്റെ വ്യാപനം അപ്രകാരമുള്ള ജീവിതങ്ങളിൽ വെളിപ്പെട്ടപ്പോൾ സഹോദരങ്ങളെ കൂട്ടമാനസാന്തരമുണ്ടായി. അതിൽ ഒരു കൊടുമന്ത്രവാദിയായിരുന്ന പോളിമ ബെക്കർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം തന്റെ മാനസാന്തരത്തിന് ശേഷം പ്രകാരം പറഞ്ഞു, ഞങ്ങൾ സാത്താനെ ആരാധിക്കുന്ന സമയത്ത് മന്ത്രവാദം കൂടോത്രവും ചെയ്ത് പിശാചിനെ പ്രസാദിപ്പിക്കുന്ന ആ നാളുകളിൽ ഞങ്ങൾ ഏറ്റവും അധികം ഭയപ്പെട്ടിരുന്നത് യേശുവിന്റെ രക്തത്തെയാണ്. ബ്ലഡ് ഓഫ് ജീസസ്, ബ്ലഡ് ഓഫ് ജീസസ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായ ഭയമായിരുന്നു. ഞങ്ങളുടെ മേൽ ഒരു ചുട്ടുപൊള്ളുന്ന, ഒരു തീയിറങ്ങുന്ന, ഒരു വലിയ തീക്കുണ്ടത്തിൽ ചെന്ന് വീണ എന്തായിരിക്കും ഈ ഒരു അവസ്ഥയാണ്. ദേഹമാസകലം പൊള്ളുന്ന, ചുട്ടുപൊള്ളുന്ന ഒരു അനുഭവമാണ്. അദ്ദേഹം പറയാണ്, യേശു രക്തത്തിന്റെ ശക്തി. എന്റെ സഹോദരങ്ങളെ, പലപ്പോഴും നമുക്കിത് അറിയത്തില്ല. എന്നാൽ യേശുവിന്റെ രക്തത്തിന്റെ, യേശുവിന്റെ തിരുച്ചോരയുടെ അനന്ത ശക്തിയും അനന്ത യോഗ്യതയും പിശാചിന് എത്രയോ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ചില ഇടങ്ങളിൽ നമ്മൾ യേശുവിന്റെ രക്തം, ബ്ലഡ് ഓഫ് ജീസസ് എന്ന് പറയുമ്പോൾ പൈശാചിക പീഡകൾ വിട്ടൊഴിഞ്ഞു പോകുന്നത്. തലമുറകളെ ബന്ധിച്ചിരുന്ന പാപരോഗ ശാപബന്ധനത്തിന്റെ കെട്ടുപാടുകൾ പൊട്ടിപ്പോകുന്നത്. വർഷങ്ങളായി പിശാച് കെട്ടിവെച്ച ചില ജീവിതങ്ങൾ വിമോചനത്തിലേക്ക് വരുന്നത്, സ്വാതന്ത്ര്യത്തിലേക്ക് വരുന്നത്. ചില പാരമ്പര്യ രോഗങ്ങള് മെഡിക്കൽ സയൻസിൽ ചികിത്സിച്ച് സുഖപ്പെടുത്താൻ കഴിയാത്ത വിധം ചില പരമ്പരാഗത രോഗങ്ങളിൽ ഹീലിംഗ് ഉണ്ടാകുന്നത്. സഹോദരങ്ങളെ, യേശുവിന്റെ തിരുച്ചോരയുടെ ശക്തിയാണ്. കാരണം അത് അമൂല്യ രക്തമാണ്. പ്രഷ്യസ് ബ്ലഡ്, പ്രഷ്യസ് ബ്ലഡ്. ശക്തിയുണ്ട്, ശക്തി, അത്ഭുത ശക്തി യേശുവിൻ രക്തത്തിൽ. ശക്തിയുണ്ട്, ശക്തി, അത്ഭുത ശക്തി യേശു ക്രിസ്തുവിൻ രക്തത്തിന്. ഹൃദയത്തോട് ചേർന്ന് ആ വരികൾ നിന്ന് പാടിക്കേ. ഒരു സെക്കൻഡ് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കർത്താവിന്റെ തിരുരക്തം പെരുമഴ പോലെ പെയ്തിറങ്ങട്ടെ. അനുഗ്രഹത്തെ കൊണ്ടുവരുന്ന, അഭിഷേകത്തെ കൊണ്ടുവരുന്ന, അത്ഭുത വിമോചനങ്ങളെ കൊണ്ടുവരുന്ന, ഡെലിവറൻസുകളെ വെളിപ്പെടുത്തുന്ന, പൈശാചിക കെട്ടുകളെ പൊട്ടിക്കുന്ന, സാത്താൻ അടിസ്ഥാനങ്ങളെ തകർക്കുന്ന, പാപരോഗ ശാപബന്ധനങ്ങൾ നിർവീര്യമാക്കുന്ന, തലമുറകളെ സ്വതന്ത്രമാക്കുന്ന യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, അമൂല്യ രക്തം, പ്രഷ്യസ് ബ്ലഡ് ഫാമിലികളിലേക്ക് ഒഴുകട്ടെ, കുടുംബ വൃക്ഷത്തിലേക്ക് ഒഴുകട്ടെ, തലമുറകളിലേക്ക് ഒഴുകപ്പെടട്ടെ, തലമുറകളിലേക്ക് ഒഴുകപ്പെടട്ടെ. ശാപക്കെട്ടുകൾ പൊട്ടട്ടെ, രോഗമുഖങ്ങൾ ഒടിയട്ടെ, പാപബന്ധങ്ങൾ അടിഞ്ഞു മാറട്ടെ. രക്തം ജയം, രക്തം ജയം. Blood of Jesus, blood of Jesus. ഓ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കരങ്ങൾ പരസ്പരം കോർത്തു പിടിച്ച് വിശ്വാസത്തോടെ ഏറ്റുപറയുക. ഇതൊരു പ്രഖ്യാപനമാണ്. കർത്താവിന്റെ രക്തത്തിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, നന്മകൾ, അഭിഷേകങ്ങൾ, അതിസ്വാഭാവിക കൃപകൾ നമ്മിലേക്ക് ഒഴുകപ്പെടുവാൻ, കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ നിറയപ്പെടുവാൻ, പൈശാചിക പീഡകൾ ചിതറിപ്പോകുവാൻ, സാത്താന്യ ശക്തികൾ നിർവീര്യമാകുവാൻ, പോരാട്ടങ്ങൾ ചിഹ്നഭിന്നമാകുവാൻ, ഇരുട്ടിന്റെ ശക്തികൾ വഴിമാറിപ്പോകാൻ യേശുവിന്റെ രക്തമേ ഞങ്ങളെ പൊതിയണമേ, ഞങ്ങളെ പൊതിയണമേ. ശക്തിയുണ്ട്, ശക്തി, അത്ഭുത ശക്തി യേശുവിൻ രക്തത്തിൽ. ശക്തിയുണ്ട്, ശക്തി, അത്ഭുത ശക്തി യേശു ക്രിസ്തുവിൻ രക്തത്തിൽ. ശക്തിയുണ്ട്, ശക്തി, അത്ഭുത ശക്തി ഈശോ നൽകുന്ന വിമോചനം സ്വന്തമാക്കി, രക്തത്തിൽ സൗഖ്യത്തെ സ്വന്തമാക്കി, അനുഗ്രഹങ്ങളെ സ്വന്തമാക്കി. അത്ഭുത ശക്തി യേശു ക്രിസ്തുവിൻ രക്തത്തിൽ. ഓർത്ത് പിടിച്ച കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അഭിഷേകത്തോടെ, വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുക.
Jesus. Amen. Blood of Jesus. Amen. Blood of Jesus. Amen. Amen. There is power, wonder-working power in the blood of the Lamb. There is power, wonder-working power in the precious blood of the Lamb. അഭിഷേകത്തിനോടെ പാടിക്കേ. There is power, wonder-working power in the blood of the Lamb. There is power, wonder-working power in the precious blood of the കരങ്ങളടിച്ച് Lamb. ശക്തിയുണ്ട്, ശക്തി, അത്ഭുത ശക്തി യേശുവിൻ രക്തത്തിൽ. ശക്തിയുണ്ട്, ശക്തി, അത്ഭുത ശക്തി യേശു ക്രിസ്തുവിൻ രക്തത്തിലാ. യേശു ക്രിസ്തുവിൻ രക്തത്തിലാ. ഈശോയേ, യേശു ക്രിസ്തുവിൻ രക്തത്തിലാ. ഈശോയേ, യേശു ക്രിസ്തുവിൻ കരമുയർത്തി വിളിക്കുന്നു, രക്തത്തിലാ. ഉച്ചത്തിൽ വിളിക്കുന്നു, യേശു യേശുവേ, ക്രിസ്തുവിൻ രക്തത്തിലാ. ജീവിക്കുന്ന ദൈവമേ, ഇവിടുത്തെ പരിശുദ്ധ രക്തം ഞങ്ങളുടെ മേൽ വീഴട്ടെ, തലമുറകളിൽ വീഴട്ടെ, കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ. പാപയോഗ ശാപബന്ധനത്തിന്റെ സകല കെട്ടുകളും അഴിഞ്ഞുമാറി പോകട്ടെ. Release. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. Anointing, 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 anointing. ഈ സുത്രയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലും യേശു രക്തത്തിന്റെ അഭിഷേകം നിറയട്ടെ, യേശു രക്തത്തിന്റെ അനുഗ്രഹം നിറയട്ടെ. Fill Holy Spirit. Hallelujah, hallelujah, hallelujah. Oh, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. യേശുവിന്റെ രക്തം സാത്താന്റെ തലയെ തകർത്ത രക്തമാണ്. എല്ലാ പൈശാചിക അടിസ്ഥാനങ്ങളെ പൊട്ടിച്ച കറയില്ലാത്ത രക്തം, അമൂല്യ രക്തമാണ് യേശുവിന്റെ രക്തം. ആ രക്തത്തിൽ നമുക്ക് ജയമുണ്ട്, ആ രക്തത്തിൽ നമുക്ക് സംരക്ഷണമുണ്ട്, ആ രക്തത്തിൽ നമുക്ക് സൗഖ്യമുണ്ട്, ആ രക്തത്തിൽ നമുക്ക് വീണ്ടെടുപ്പും വിമോചനവുമുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു? എങ്കിൽ ശക്തിയോടെ കരമടിച്ച് കർത്താവിനെ സ്തുതിച്ച് അല്പസമയം കൂടി ശാന്തമായിട്ട് എന്റെ സഹോദരങ്ങളെ, പിശാച് സാക്ഷ്യപ്പെടുത്തി ഇവൻ സത്യമായും ദൈവത്തിന്റെ പുത്രനാണ്. വീണ്ടും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 34-ാം വചനത്തിൽ കർത്താവ് ഒരു ഡെലിവറൻസ് നടത്തുകയാണ്. ഒരു പിശാച് ബാധിതനെ സുഖപ്പെടുത്തുകയാണ്. ആ പിശാച് എന്താ വിളിച്ചു പറഞ്ഞത്? നസ്രായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിന്റെ പരിശുദ്ധൻ. നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിന്റെ പരിശുദ്ധൻ. എന്റെ സഹോദരങ്ങളെ, സ്വർഗവും ഭൂമിയും നരകവും ഒരുപോലെ സാക്ഷ്യപ്പെടുത്തി നമ്മുടെ കർത്താവ് ഊനമറ്റ കുഞ്ഞാടാണ്. നമ്മുടെ കർത്താവ് ഊനമറ്റ കുഞ്ഞാടാണ്. കറയില്ലാത്തവൻ, കളങ്കമില്ലാത്തവൻ, പരിശുദ്ധനായവൻ. ഇതുകൊണ്ടത്രേ എഫെസസ് 1:7 സംഭവിച്ചത്. നമ്മൾ വചനത്തിൽ ആദ്യമേ കണ്ടതാണ്. യേശുവിന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. യേശുവിന്റെ രക്തം ചിന്തലിലൂടെ മനുഷ്യവർഗം മുഴുവനെയും രക്ഷ ലഭിച്ചിരിക്കുന്നു. ലോക ചരിത്രത്തിൽ ഇതുപോലെ ആരുണ്ട് ഊനമറ്റ കുഞ്ഞാടായിട്ട്? ലോക ചരിത്രത്തിൽ ഇതുപോലെ ആരുണ്ട് ഊനമറ്റ കുഞ്ഞാടായിട്ട്? എൻ്റെ സഹോദരങ്ങളെ, ഇതാണ് നമ്മുടെ ഈശോയെ വ്യത്യസ്തനാക്കുന്നത്. നമ്മുടെ കർത്താവിൻ്റെ യുണിക്നെസ്, അനന്യത ഇതാണ്. അതുകൊണ്ട് യേശുവിൻ്റെ ബലി തിരുബലിയായി. യേശുവിൻ്റെ കുരിശിലെ മരണം അത് മനുഷ്യവർഗം മുഴുവൻ്റെയും രക്ഷയ്ക്ക്, നിത്യജീവനെ കാരണമായി.
ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ രക്തത്തിൽ നമുക്ക് സംരക്ഷണമുണ്ട്. ഈ രക്തത്തിൽ നമുക്ക് സംരക്ഷണമുണ്ട്, നമുക്ക് സുരക്ഷിതത്വമുണ്ട്. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 9 ബാധകൾ ഈജിപ്തിലേക്ക് ദൈവം അയക്കുന്നു. എന്നാൽ ഓരോ ബാധ കഴിയുമ്പോഴും ഫറവയുടെ ഹൃദയം കൂടുതൽ കൂടുതൽ കഠിനമായി. 10ാമത്തെ വലിയൊരു ബാധയായിരുന്നു. ഈജിപ്തുകാരുടെ കടിഞ്ഞൂൽ പുത്രന്മാരെല്ലാം സംഹരിക്കപ്പെടുകയാണ്. അവരെ നശിപ്പിക്കുവാൻ സംഹാര ദൂതൻ ഈജിപ്തിലൂടെ കടന്നു പോകുന്ന രാത്രി. ഈ സംഹാരത്തിൻ്റെ സ്വാധീനമോ ഈ സംഹാര ശക്തിയോ തൻ്റെ ജനത്തിനെ ഏൽക്കാതിരിക്കുവാൻ അവർക്ക് മറയായി, ഇസ്രായേൽ ജനത്തിന് മറയായി, അവരുടെ മക്കൾക്ക് മറയായി, സംരക്ഷണമായി, ഒരു കവചമായി ദൈവമായ കർത്താവ് എന്താണ് മോശ പ്രവാചകനോട് പറഞ്ഞത്? പുറപ്പാട് 12:7 നമുക്ക് വരാം. അവിടെ എന്താ പറയുന്നത്? അതിന്റെ രക്തത്തിൽ, കുഞ്ഞാടിന്റെ രക്തത്തിൽ നിന്ന് കുറച്ചെടുത്ത് ആടിനെ ഭക്ഷിക്കാൻ കൂടിയിരിക്കുന്ന വീടിന്റെ 2 കട്ടില കാലുകളിലും മേൽപ്പടിയിലും പുരട്ടണം. നിങ്ങൾ ശ്രദ്ധിക്കണം, 2 കട്ടില കാലുകളിലും, പിന്നെ മേൽപ്പടിയിലാണ്, കീഴ്പ്പടിയിലല്ല. അത് നമുക്ക് ചവിട്ടി അരയ്ക്കാനുള്ളതല്ല. കർത്താവിന്റെ ജ്ഞാനം എത്ര വലുതാണ്! കാരണം ഈ കുഞ്ഞാടിന്റെ രക്തം അത് പ്രഷ്യസ് ആണ്, അമൂല്യമാണ്, വിലയേറിയതാണ്, വിലപ്പെട്ട രക്തമാണ്. അത് നമുക്ക് ചവിട്ടി നടക്കാനും ചവിട്ടി അരയ്ക്കാനുള്ളതല്ല. കീഴ്പ്പടിയിന്മേലല്ല, മേൽപ്പടിയിൽ പുരട്ടണം. ഈ പെസഹ കുഞ്ഞാടിന്റെ രക്തം വീടിന്റെ 2 കട്ടില കാലുകളിലും മേൽപ്പടിയിലും പുരട്ടണം. അതൊരു സംരക്ഷണ കവചമാണ്. കുഞ്ഞാടിന്റെ രക്തത്തിന്റെ മറവിലേക്ക് ഇസ്രായേൽ ഭവനങ്ങളെ കൊണ്ടുവരികയാണ് ദൈവം. ഇസ്രായേൽ ജനം മുഴുവനെയും, അവരുടെ കുഞ്ഞുങ്ങള്, ആടുമാടുകള്, വസ്തുവകകളെ എല്ലാം ഈ കുഞ്ഞാടിന്റെ രക്തത്തിന്റെ മറവിൽ മറയ്ക്കുകയാണ്. എന്റെ സഹോദരങ്ങളെ, ഇതെത്രയോ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ സ്നേഹമാണ്. 12-ാം അധ്യായം 13-ാം വചനത്തിൽ വീണ്ടും പരിശുദ്ധ വചനം പറയുന്നു, കട്ടിളയിലുള്ള രക്തം നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നുവെന്നതിൻ്റെ അടയാളമായിരിക്കും. അത് കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നു പോകും. ഞാൻ ഈജിപ്തിനെ പ്രഹരിക്കുമ്പോൾ ആ ശിക്ഷ നിങ്ങളെ ബാധിക്കുകയില്ല. സംഹാരദൂതന്റെ ആ പ്രഹരത്തിൽ നിന്ന്, സംഹാരദൂതന്റെ ആ നശീകരണ പ്രവൃത്തിയിൽ നിന്ന് ഇസ്രായേൽ ജനങ്ങളെ സംരക്ഷിച്ചത്, ഇസ്രായേൽ കുടുംബങ്ങളെ പ്രൊട്ടക്ട് ചെയ്തത്, അവരുടെ കുഞ്ഞുങ്ങളെ, അവരുടെ സഹോദരി സഹോദരന്മാരെ, ജീവിത പങ്കാളിയെ, മാതാപിതാക്കളെ, വസ്തുവകകളെ എല്ലാം 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 സംരക്ഷിച്ചത് അവരുടെ ആൾബലമോ ബുദ്ധിവൈഭവം ഒന്നുമായിരുന്നില്ല, കുഞ്ഞാടിന്റെ രക്തമായിരുന്നു. കുഞ്ഞാടിന്റെ രക്തത്തിന്റെ മറവിലേക്ക് ദൈവം തന്റെ ജനത്തെ കൊണ്ടുവരികയാണ്. കർത്താവ് പറഞ്ഞു, സംഹാരദൂതൻ പ്രവേശിക്കുകയില്ല, സംഹാരദൂതൻ നിങ്ങളെ തൊടുകയില്ല. ഈജിപ്തിലൂടെ സംഹാര പ്രവർത്തിക്കായി ആ നശീകരണ ദൂതൻ പോകുമ്പോൾ ഇസ്രായേൽ ഭവനങ്ങൾ അത് സ്പർശിക്കില്ല. കാരണം അവിടെ കുഞ്ഞാടിന്റെ രക്തത്തിന്റെ മുദ്രയുണ്ട്. വീണ്ടും 12-ാം അധ്യായം 22-ാം വചനത്തിൽ കർശനമായൊരു നിർദ്ദേശം കർത്താവ് കൊടുക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണ വചനം, പാത്രത്തിലുള്ള രക്തത്തിൽ ഹിസോപ്പ് കമ്പ് മുക്കി 2 കട്ടില കാലുകളിലും മേൽപ്പടിയിലും തളിക്കുവിൻ. പ്രഭാതമാകുന്നതുവരെ ആരും വീട്ടിന് പുറത്തു പോകരുത്. കർശനമായ ഒരു നിർദ്ദേശമാണ് ദൈവം കൊടുക്കുന്നത്. ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, ആരും വീട് വിട്ട് പുറത്തു പോകരുത്. രാത്രി മുഴുവൻ കുഞ്ഞാടിന്റെ രക്തത്തിന്റെ മറവിലായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞാടിന്റെ രക്തത്തിന്റെ മറവിലായിരിക്കണം.
രക്തം നൽകുന്ന സംരക്ഷണം, കർത്താവായ യേശുവിന്റെ തിരുരക്തം നൽകുന്ന പ്രൊട്ടക്ഷൻ, ആ രക്തത്തിന്റെ ഒരു കവറിങ് നമ്മുടെ മേലുണ്ട്. നമ്മളെ രക്തത്തിന്റെ മറവിലാണ്. കർത്താവിന്റെ തിരുച്ചോരയാൽ നമ്മൾ പൊതിയപ്പെട്ടിരിക്കുകയാണ്. നമ്മളെ തകർക്കുവാനോ നശിപ്പിക്കുവാനോ ഇല്ലാതാക്കാനോ ഒരു ഇരുട്ടിന്റെ ശക്തിക്കും സാധിക്കുകയില്ല. ഒരു അന്ധകാര പീഡയ്ക്കും കഴിയുകയില്ല. ഒരു സാത്താന്യ പോരിനും അത് പറ്റത്തില്ല. സഹോദരങ്ങളെ, നമ്മൾ യേശുവിന്റെ രക്തത്തിന്റെ മറവിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ രക്തം നമ്മളെ പൊതിഞ്ഞിരിക്കുകയാണ്. പിശാച് നമ്മെ നോക്കുമ്പോൾ സാത്താൻ നമ്മളെയല്ല കാണുന്നത്, നമ്മളെ കവർ ചെയ്ത് നിൽക്കുന്ന, നമ്മളെ പൊതിഞ്ഞു നിൽക്കുന്ന യേശുവിന്റെ രക്തം, പ്രഷ്യസ് ബ്ലഡ്, അമൂല്യ രക്തത്തെയാ പിശാച് കാണുന്നത്. ഒരിക്കലും ഒരു ബഹുമാനപ്പെട്ട വന്യവൈദികൻ, ഈ നാളുകളിൽ പരിശുദ്ധാത്മാവ് ശക്തമായി തൻ്റെ ജനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അഭിഷിക്ത വൈദികൻ, അദ്ദേഹം ഒരു പ്രവാചക ശുശ്രൂഷ ചെയ്യുന്ന അഭിഷിക്തനാണ്. ഒരിക്കൽ എൻ്റെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, സന്തോഷേ, ഞാനൊരു ദർശനം കാണുകയാണ്. കർത്താവ് തൻ്റെ രക്തത്താൽ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുകയാണ്. പല പൈശാചിക ശക്തികളും നശിപ്പിക്കുവാനും ശുശ്രൂഷകൾ ഇല്ലാതാക്കുവാനും നമ്മുടെ നാശത്തിനൊക്കെ വേണ്ടി പല പൈശാചിക ശക്തികൾ പോരാട്ടം നടത്തുന്നുണ്ട്. പക്ഷേ ആർക്കും നശിപ്പിക്കുവാനോ തകർക്കുവാനോ സ്വാധീനിക്കാനോ കഴിയാത്ത വിധം കർത്താവ് തന്നെ തിരിച്ചോര കൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. ആ രക്തത്തിന്റെ മറവിലാണ് ദൈവം നിന്നെ നിർത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് വലിയൊരു സന്തോഷം തോന്നി. കർത്താവ് നൽകിയൊരു എൻകറേജ്മെന്റ് ആയിരുന്നു. എൻ്റെ സഹോദരങ്ങൾ, നമ്മൾ ദൈവരാജ്യത്തിന് വിവിധങ്ങളായ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ പല വിധത്തിലുള്ള പൈശാചിക പോരാട്ടങ്ങൾ ഉണ്ടാകും. നമ്മുടെ നാശം ആഗ്രഹിക്കുന്ന പൈശാചിക രൂപികള്, സാത്താന്യ പീഡകള് നമ്മുടെ കുടുംബത്തെ, ബന്ധങ്ങളെ, ശുശ്രൂഷകളെ, കൂട്ടായ്മകളെ നശിപ്പിക്കുവാൻ ആവുന്നതൊക്കെ ചെയ്യും. എന്നാൽ ആ തിന്മകളുടെ പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം നമ്മെ അത്ഭുതകരമായി കർത്താവിന്റെ പരിശുദ്ധമായ രക്തം സംരക്ഷിക്കുകയാണ്. നമ്മൾ യേശുവിന്റെ തിരു രക്തത്തിന്റെ മറവിലാണ്. ആ കവചം നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് നമ്മൾ പാടുന്നത് I stay right under the blood. I stay right under the blood. I stay right under the blood, where the devil can do me no harm. Where the devil can do me no harm. ഞാൻ രക്തത്തിന്റെ മറവിലാണ്. അതിനാൽ പിശാചേ, നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ബോധ്യത്തോടെ ഏറ്റുപാടിക്കേ, I stay right under the blood. I stay right under the blood. I stay right under the blood, where the devil can do me no harm. Where the devil can do me no harm. No harm, no harm, no harm. No harm, no harm, no harm. No harm, no harm, no harm. Where the devil can do me no harm. എന്നെ നശിപ്പിക്കാൻ പിശാച് നിനക്ക് സാധ്യമല്ല. കാരണം ഞാൻ യേശുവിന്റെ രക്തത്തിന്റെ മറവിലാണ്. ഞാൻ തിരുരക്തത്തിന്റെ മറവിലാണ്. കർത്താവിന്റെ തിരിച്ചോര എന്നെ പൊതിഞ്ഞിരിക്കുന്നു, എന്നെ കവർ ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. I stay right under the blood. I stay right under the blood. I stay right under the blood, where the devil can do me no harm. Where the devil can do me no harm. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ആ രാത്രിയിൽ സംഹാര ദൂതൻ ഈജിപ്തിലൂടെ കടന്നു പോവുകയാണ്. അവൻ ഇസ്രായേൽ ഭവനത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. അത് ഇസ്രായേൽ ഭവനമാണെന്ന് അവൻ അറിയാൻ പാടില്ല. എന്നാൽ ആ ഇസ്രായേൽക്കാരുടെ ഭവനത്തിലേക്ക് അവൻ പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോൾ അവൻ ഭയന്ന് വിറയ്ക്കുകയാണ്. കാരണം ആ വീടുകളുടെ കട്ടില കാലുകളിലും മേൽപ്പടിയിലും ഇതാ കുഞ്ഞാടിന്റെ രക്തം പുരട്ടിയിരിക്കുന്നു. അവിടെ കുഞ്ഞാടിന്റെ രക്തത്തിന്റെ മുദ്രയുണ്ട്. ആ കുടുംബങ്ങൾ മുഴുവൻ ഈ രക്തത്തിന്റെ മറവിലാണ്. ഈ രക്തത്തിന്റെ മറവിലാണ്. ഒരു ഇസ്രായേൽ ഭവനത്തിൽ പോലും പ്രവേശിക്കാൻ
സംഹാരദൂതന് കഴിഞ്ഞില്ല. ഇസ്രായേൽക്കാരിൽ ഒരു കുഞ്ഞുപോലും നശിപ്പിക്കപ്പെടുവാൻ, കൊല്ലപ്പെടുവാൻ കർത്താവ് അനുവദിച്ചില്ല. അവരെല്ലാം ഈ രക്തത്തിന്റെ മറവിൽ ദൈവം സംരക്ഷിക്കുകയും പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. എന്നാൽ ഈ കുഞ്ഞാടിന്റെ രക്തത്തിന് മുദ്രയില്ലാത്ത ഈജിപ്ത് ഭവനങ്ങളിലെല്ലാം പ്രവേശിച്ച് അവിടെയുള്ള കടിഞ്ഞൂൽ പുത്രന്മാരെ എല്ലാം അവൻ നശിപ്പിക്കുകയാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പഴയ നിയമത്തിലെ പെസഹ കുഞ്ഞാടിന്റെ രക്തത്തിന് ഇത്രമാത്രം ശക്തിയുണ്ടെങ്കിൽ പഴയ നിയമത്തിലെ പെസഹ കുഞ്ഞാടിനേക്കാൾ എത്രയോ വലിയവനായ, എത്രയോ ശ്രേഷ്ഠനായ, എത്രയോ അമൂല്യനായ നമ്മുടെ പെസഹ കുഞ്ഞാടായ കർത്താവായ യേശുവിൻ്റെ തിരുരക്തത്തിന്, അവന്റെ തിരുച്ചോരയ്ക്ക് എന്തുമാത്രം ശക്തിയുണ്ടായിരിക്കും. അവിടുത്തെ രക്തത്തിന്റെ മറവിലായിരിക്കുന്ന ഒരു വ്യക്തിയെ പോലും നശിപ്പിക്കുവാൻ, ഇല്ലാതാക്കുവാൻ പിശാചിന് സാധിക്കുകയില്ല. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ യേശുവിൻ്റെ രക്തത്തിന്റെ മറവിലായിരിക്കാൻ എപ്പോഴും ആഗ്രഹിക്കണം. നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കൂട്ടായ്മകൾ, നമ്മുടെ സമൂഹങ്ങൾ, നമ്മുടെ ശുശ്രൂഷകൾ, മിനിസ്ട്രികൾ, നമ്മുടെ തൊഴിൽ മേഖലകളെല്ലാം നമ്മുടെ കർത്താവായ ഈശോയുടെ തിരുരക്തത്തിന്റെ മറവിലായിരിക്കട്ടെ. ആ പൊതിച്ചിൽ നമ്മളായിരിക്കുമ്പോൾ ഒരു തിന്മയ്ക്കും നമ്മളെ സ്വാധീനിക്കുവാനോ നശിപ്പിക്കുവാനോ സാധിക്കുകയില്ല. നോഹാം 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 where the devil can do me no harm, where the devil can do me no harm, where the devil can do me no harm. പിശാചേ, നിനക്ക് സാധ്യമല്ല എന്നെ നശിപ്പിക്കുവാൻ. ഞാൻ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലാണ്. അവിടുത്തെ രക്തത്തിന്റെ മുദ്ര എന്റെ മേലുണ്ട്. ഞാൻ ആ രക്തത്തിന്റെ മറവിലാണ്. എന്റെ കുടുംബം ആ രക്തത്തിന്റെ മറവിലാണ്. അവസാനമായ എന്റെ സഹോദരങ്ങളെ, യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്, താൻ എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 8-ാം വചനത്തിൽ എന്താണ് ശ്ലീഹ സഭയോട് പറയുന്നത്? പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മനുഷ്യപുത്രൻ, ദൈവപുത്രൻ പ്രത്യക്ഷനായത്. പിശാചിന്റെ പ്രവർത്തികൾ നശിപ്പിക്കുവാൻ തന്റെ കുരിശിലെ മരണത്തിലൂടെ, തന്റെ ഉത്ഥാനത്തിലൂടെ പിശാചിന്റെ സകല പ്രവർത്തികളെയും കർത്താവ് നശിപ്പിക്കുകയാണ്. അവന്റെ എല്ലാ അധികാരങ്ങളെയും കർത്താവ് നിരായുധമാക്കുകയാണ്. അങ്ങനെ കുരിശിൽ പിശാചിനും അവന്റെ സൈന്യത്തിനും എതിരെ വിജയം ഈശോ ആ വിക്ടറി സെലിബ്രേറ്റ് ചെയ്യാണ്. സാത്താന്റെ മേലുള്ള വിജയം കർത്താവ് കുരിശിൽ ആഘോഷിക്കുകയാണ്. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ പല്ലുകുഴിഞ്ഞ പല്ലില്ലാത്ത സിംഹമാണ് പിശാച്. അവനിങ്ങനെ ഗർജിക്കാൻ പറ്റും, പക്ഷേ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല സഹോദരങ്ങൾ. ഒരു തരത്തിൽ കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവായ യേശുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്ന ഒരു ആത്മാവിനെ നശിപ്പിക്കാൻ പിശാചിന് സാധിക്കുകയില്ല. വെളിപാട് പുസ്തകം 1-ാം അധ്യായം 11-ാം വചനത്തിൽ ഉദ്ധിതനായ കർത്താവ് മരണത്തെ, ലോകത്തെ, പിശാചിനെ ജയിച്ച് ഉദ്ധാനം ചെയ്ത കർത്താവ്, ഗ്ലോറിയസ് ജീസസ്, മഹത്വപൂർണനായ കർത്താവ് യോഹന്നാന് പ്രത്യക്ഷപ്പെടുകയാണ്. യോഹന്നാനോട് നമ്മുടെ കർത്താവ് പറഞ്ഞു, എന്താ കർത്താവ് പറഞ്ഞത്? വെളിപാട് പുസ്തകം നമുക്ക് 1-ാം അധ്യായം 18-ാമത്തെ തിരുവചനം, വെളിപാട് 1:18, ജീവിക്കുന്നവനും ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇത് ഞാൻ എന്നേക്കും ജീവിക്കുന്നു. മരണത്തിന്റെയും നരകത്തിന്റെയും താക്കോലുകൾ എന്റെ കയ്യിലുണ്ട്. കർത്താവിന്റെ കുരിശിലെ മരണം വരെ, ഉത്ഥാനം വരെ ഈ താക്കോൽ കൂട്ടം പിശാചിന്റെ കയ്യിലായിരുന്നു. അത് സാത്താന്റെ കയ്യിലായിരുന്നു സഹോദരങ്ങളെ. എന്നാൽ കുരിശിൽ പിശാചിനെ അവന്റെ സൈന്യത്തെയും പരസ്യമായി തോൽപ്പിച്ച് അതിന്മേൽ വിജയം നേടുകയാണ്. സാത്താന്റെ കൈകളിൽ നിന്ന് മരണത്തിന്റെയും നരകത്തിന്റെ താക്കോൽ കർത്താവ് പിടിച്ചെടുക്കുകയാണ്. ടോട്ടൽ ലിബറേഷൻ, ഇറ്റേണൽ സാൽവേഷൻ.
നിത്യമായ രക്ഷ, സമ്പൂർണമായ രക്ഷ കർത്താവ് നമുക്ക് നേടിത്തരികയാണ്. നമ്മൾ എത്രയോ ബ്ലെസ്സഡ് ആണ്, നമ്മൾ എത്രയോ അനുഗ്രഹീതരാണ്. നമ്മുടെ അനുഗ്രഹം എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ, ഭൗതികമായത് മാത്രമല്ല സഹോദരങ്ങളെ, അത് നമ്മുടെ നിത്യരക്ഷയാണ്. ഈശോ നമുക്ക് തന്ന ഇറ്റേണൽ സാൽവേഷൻ, ഇറ്റേണൽ ലൈഫ്, നിത്യജീവനാണ്. വീണ്ടും ഒരു വചനം കൂടി, ഹെബ്രായ പുസ്തകം 2:15 ആ വാക്യം കൂടി നമുക്ക് പെട്ടെന്നൊന്ന് വായിക്കാം. അത് മരണത്തിന് അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവായ ഈശോ നമ്മെ പോലെ രക്തത്തിലും മാംസത്തിലും ഭാഗഭാക്കായി മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. മരണത്തിന് മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്തിലൂടെ നശിപ്പിച്ചു കളഞ്ഞു കർത്താവ്. നശിപ്പിച്ചു, ഡിസ്ട്രോയ് ചെയ്തു. ഇനി ആരെല്ലാം കർത്താവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നുവോ അവരെ തകർക്കുവാൻ, നശിപ്പിക്കുവാൻ ഒരു തിന്മയ്ക്കും ഒരു ഇരുട്ടിന്റെ ശക്തിക്കും സാധ്യമല്ല സഹോദരങ്ങളെ. ഈ സത്യം മനസ്സിലാക്കുക. പ്രഷ്യസ് ബ്ലഡ്, അമൂല്യ രക്തം, കർത്താവിന്റെ രക്തം ചിന്തലിലൂടെ എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് നമുക്ക് ലഭിച്ചത്, എന്തുമാത്രം ആത്മീയമായ നേട്ടങ്ങൾ. നമ്മൾ എത്രയോ ബ്ലെസ്സഡ് ആണ്. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. നമുക്ക് ഇങ്ങനെ ഒരു കർത്താവിനെ കിട്ടിയില്ല സഹോദരങ്ങളെ. ഇതല്ലേ നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം. ഏറ്റവും വലിയ അനുഗ്രഹം അതല്ല. അതാ പൗലോസ് പറയുന്നത്, ദൈവം നമ്മോട് കാണിച്ച കാരുണ്യം നിങ്ങൾ ഓർക്കണം. ദൈവത്തിന്റെ കാരുണ്യം എന്താ സഹോദരങ്ങളെ? തന്റെ പുത്രനായ ഈശോയിലൂടെ നമുക്ക് നേടിത്തന്ന രക്ഷയാണ്. ആരും നശിച്ചു പോകാതെ സകലരും രക്ഷ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവപിതാവിന്റെ സ്നേഹം. നമുക്ക് കർത്താവിനോട് നന്ദിയുള്ളവരാകാം. എപ്പോഴും തിരക്തത്തിന്റെ മറവിലായിരിക്കും നമ്മുടെ മക്കളെ, തൊഴിൽ മേഖലകളെ, ജോലി സ്ഥലങ്ങളെ, ശുശ്രൂഷ മണ്ഡലങ്ങളെ, നമ്മുടെ തലമുറകളെല്ലാം കർത്താവിൻ്റെ രക്തത്തിൻ്റെ മറവിലേക്ക് കൊണ്ടുവരിക. തലമുറകളുടെ ഹീലിങ്ങിന് വേണ്ടി, ഫാമിലി ട്രീയുടെ ഹീലിങ്ങിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ തിരിച്ചോറ് ഒഴുകപ്പെടുവാൻ, നമ്മുടെ ഫാമിലി ട്രീയിലേക്ക് കർത്താവിൻ്റെ തിരുരക്തം ഒഴുകപ്പെടുവാൻ, അവിടെ ഹീലിംഗ് ഉണ്ടാകാൻ, ഡെലിവറൻസ് ഉണ്ടാകാൻ, നമ്മുടെ കുടുംബങ്ങൾ സംരക്ഷിക്കപ്പെടുവാൻ, സമാധാനത്തിൽ നിലനിൽക്കുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുവാൻ, പിശാചിൻ്റെ കെണികളിൽ, ചതികളിൽ, മ്ലേച്ഛതകളിൽ പെട്ടുപോയി നമ്മുടെ കുഞ്ഞുങ്ങൾ മലിനപ്പെടാതിരിക്കാൻ അവരെല്ലാം തിരുരക്തത്തിൻ്റെ മറവിലേക്ക് കൊണ്ടുവരണം. മാതാപിതാക്കൾ വളരെ അതിനോട് ഉത്സാഹമുള്ളവരായിരിക്കണം, തീഷ്ണതയുള്ളവരായിരിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ദിവസവും തിരുരക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക, തിരുരക്തത്തിൻ്റെ ജപമാല ചൊല്ലുക, തിരുരക്തത്തിൻ്റെ പ്രാർത്ഥന നമ്മൾ കൂടുതൽ കൂടുതൽ നടത്തുമ്പോൾ അത് വലിയ അനുഗ്രഹവും അഭിഷേകവും സംരക്ഷണവുമാണ്. എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് 3 ദിനങ്ങളിൽ ഈ ശുശ്രൂഷ നടത്തപ്പെടുകയാണ്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചൊരുങ്ങി അനേകരുടെ പങ്കുവെക്കണം. ഈ ശുശ്രൂഷയെക്കുറിച്ച് ഒത്തിരി പേരെ നിങ്ങൾ ഈ ശുശ്രൂഷയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. ഓൺലൈൻ ബ്ലഡ് ഓഫ് പ്രഷ്യസ് ബ്ലഡ് ഓൺലൈനിലൂടെയൊക്കെ നടത്തപ്പെടുന്ന ഈ ശുശ്രൂഷ ടെലിവിഷനിലൂടെയൊക്കെ നിങ്ങൾ കാണണം. അനേകർ വിമോചനത്തിലേക്ക് വരട്ടെ, സൗഖ്യത്തിലേക്ക് വരട്ടെ, അഭിഷേകത്തിലേക്ക് വരട്ടെ. അത് നിങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ എൻ്റെ സഹോദരങ്ങളെ, ഈ വരുന്ന ഞായറാഴ്ച ജൂലൈ 30 മുതൽ 30 ഞായറാഴ്ച വൈകിട്ട് 4 മണി മുതൽ ഓഗസ്റ്റ് 4 വെള്ളിയാഴ്ച 9 മണി വരെ, കാലത്ത് 9 മണി വരെ നടത്തപ്പെടുന്ന ടീം ഷെഖേനയുടെ നേതൃത്വത്തിലുള്ള ധ്യാനം, ഡുനാമിസ് പവർ, പരിശുദ്ധാത്മ ശക്തീകരണ ധ്യാനമാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തെ, നമ്മുടെ കുടുംബ ജീവിതത്തെ, സമർപ്പിത ജീവിതങ്ങളെല്ലാം ശക്തിപ്പെടുത്തുന്ന, കാലത്തിന് അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് ഈ കാലഘട്ടത്തിൻ്റെ അഭിഷേകം സ്വന്തമാക്കി കർത്താവിനും സഭയ്ക്കും വേണ്ടി ഉജ്ജ്വലിക്കുവാൻ, സഭയുടെ ധീരസാക്ഷികളായി നമ്മൾ രൂപപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയാണ് ഡുനാമിസ് പവർ. നിങ്ങളേവരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. അത് ബുക്ക് ചെയ്യാനുള്ള ഫോൺ നമ്പറുകളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇന്നും നാളെയൊക്കെ ആയിട്ട് പെട്ടെന്ന് നിങ്ങളത് വിളിച്ച് നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യുക. നിങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടുക. പ്രത്യേകിച്ച് +2 കഴിഞ്ഞ കുട്ടികൾ, അവരെ ഈ ഒരു ഗ്യാപ്പുണ്ട്, ഓഗസ്റ്റിലാണ് അവരുടെ അഡ്മിഷനൊക്കെ വരുന്നത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ച് പറഞ്ഞു വിടും. നമ്മൾ ടീനേജേഴ്സും യങ്സ്റ്റേഴ്സൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ തീയുള്ള മക്കളായിട്ട് മാറണം. അതിന് മാതാപിതാക്കൾ പ്രത്യേകം പ്രാർത്ഥിച്ച് ഒരുങ്ങി വരിക. ബഹുമാനപ്പെട്ട സമർപ്പിതരെ, അമ്മമാരെ, സാധിക്കുന്ന അമ്മമാരെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങുക. ഈ ധ്യാനത്തിലേക്ക് നിങ്ങൾ കടന്നു വരണം.
ഒപ്പം നിങ്ങളെ വിലപ്പെട്ട പ്രാർത്ഥനകളിൽ ഈ ശുശ്രൂഷ ഓർക്കണം. അതുപോലെ ഓഗസ്റ്റ് 6-ാം തീയതി മുതൽ സെപ്റ്റംബർ 8-ാം തീയതി നമ്മുടെ അമ്മ മാതാവിൻ്റെ ജനന തിരുനാൾ. കഴിഞ്ഞ വർഷം നമുക്ക് ഈ വിമലഹൃദയ പ്രതിഷ്ഠ ഒരുക്ക ശുശ്രൂഷ നടത്തിയത് സ്നേഹബഹുമാനപ്പെട്ട ഡാനിയേലച്ചനായിരുന്നു. ഈ വർഷം ഷെക്കൻ ന്യൂസിലൂടെ വിമലഹൃദയ പ്രതിഷ്ഠ ഒരുക്കം ശുശ്രൂഷ 33 ദിവസം നടത്തുന്നത് സ്നേഹബഹുമാനപ്പെട്ട ഷാർലച്ചനാണ്. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഒരു പൊന്നുമോനാണ് ഷാർലച്ചൻ. നമുക്ക് പലർക്കും അച്ഛൻ അറിയാം. അതിശക്തമായ വിധത്തിൽ പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗം നൽകുന്ന പ്രവചന സന്ദേശങ്ങൾ ഈ കാലഘട്ടത്തിലെ ദൈവജനത്തിനും സഭയ്ക്കും നൽകുവാൻ അച്ഛൻ കാണിക്കുന്ന തീഷ്ണതയും ആ ഒരു പ്രവാചക ധീരതയും നമുക്ക് ഒത്തിരി ബ്ലെസ്സിങ് ആണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, ഓഗസ്റ്റ് 6 മുതൽ സെപ്റ്റംബർ 8 വരെ നടത്തപ്പെടുന്ന വിമലഹൃദയ പ്രതിഷ്ഠ ഒരുക്ക ഈ ശുശ്രൂഷകളിൽ നിങ്ങൾ എല്ലാവരും കുടുംബമായി പങ്കെടുക്കണം. നമ്മുടെ കുടുംബങ്ങളെ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുക. അമ്മ മാതാവിൻ്റെ ജനന തിരുനാൾ സെപ്റ്റംബർ 8-ാം തീയതിയാണ്. ആ ദിനം വരെ നമുക്ക് പ്രത്യേകം ഒരുങ്ങി ആ ബർത്ത്ഡേ, നമ്മുടെ അമ്മയുടെ ബർത്ത്ഡേ നമുക്ക് നന്നായി സെലിബ്രേറ്റ് ചെയ്ത് ആ ജനന തിരുനാളിൽ നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ, ജീവിതങ്ങളെ അമ്മയ്ക്ക് അടിമ വെച്ച് അമ്മയുടെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ നിങ്ങൾ ഷെക്കൻ ന്യൂസിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ് സഹോദരങ്ങളെ, പ്രാർത്ഥന കൊണ്ട് നിങ്ങൾ ഇതിനെ ശക്തിപ്പെടുത്തണം. കാരണം ഇത് വലിയൊരു യുദ്ധക്കളത്തിലാണ്. നമ്മൾ പ്രാർത്ഥനയുടെ ആത്മാവ് ഇവിടെ വ്യാപരിക്കുന്നില്ലെങ്കിൽ നമ്മൾ തളർന്നു പോകും, നമ്മൾ വീണു പോകും, നമ്മൾ ദുർബലരാകും. പ്രാർത്ഥനയുടെ ആത്മാവിൽ ഒരു സ്വർഗസ്നായ, ഒരു നന്മ നിറഞ്ഞ മറിയും, ഒരു വിശ്വാസവുമാണത് നിങ്ങൾ ചൊല്ലി നിങ്ങൾ ഷെക്കൻ ന്യൂസിനെ ചങ്കിലേക്ക് ഏറ്റെടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ കഴിയുന്നതുപോലെ സാമ്പത്തികമായി സഹായിക്കണം. ഓരോ മാസം നമുക്ക് 50 ലക്ഷം രൂപയുടെ ചെലവുകൾ വരുന്നുണ്ട് ഓരോ മാസവും. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിനെ സ്നേഹിക്കുന്ന, സഭയെ സ്നേഹിക്കുന്ന നമ്മളിത് ഈ ശുശ്രൂഷയെ നിലനിർത്തുക. സഭയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ ജനത്തിനു വേണ്ടി സത്യത്തിന് സാക്ഷ്യം നൽകുവാൻ, നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കുവാൻ ഈ മാധ്യമ ശുശ്രൂഷയെ നമ്മൾ നിലനിർത്തണം. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെയുണ്ട്. നിങ്ങൾ കഴിയുന്നതുപോലെ സഹായിക്കണം. നമ്മുടെ ക്യാൻറ്റീൻ വർക്കുകളൊക്കെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് പോലെ അതിനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ കഴിയുന്നതുപോലെയൊക്കെ സഹായിച്ച് അതിനെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഇവിടുത്തെ ചില എക്യുപ്മെൻറ്റ്സുകളൊക്കെ വാങ്ങേണ്ട സമയമായി 3-4 വർഷങ്ങളായി. നമുക്കതിൻ്റെ മെയിൻ്റനൻസ് വരുന്നു, പുതിയ പലതും വാങ്ങണം. അപ്പം അതിനൊക്കെ നിങ്ങൾ സഹായിക്കുക സഹോദരങ്ങളെ. ഒരു ബർത്ത്ഡേ വരുമ്പോൾ, ഒരു ഹൗളി കമ്മ്യൂണിയൻ വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു വിവാഹം വരുമ്പോഴൊക്കെ എന്തുമാത്രം പൈസകൾ നമ്മൾ ചിലവാക്കുന്നു കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി. നിങ്ങൾ ഷെക്കൻ ന്യൂസിന് മാത്രമല്ല, ദൈവരാജ്യത്തിന് വിവിധ ശുശ്രൂഷകൾക്ക് കർത്താവ് തരുന്ന പണത്തിൻ്റെ ഒരു ദശാംശത്തിനൊരു ഓഹരി കൊടുത്താൽ മതി. നമ്മുടെ ജനം ഇതുപോലെ ഒന്ന് ഉണർന്നു കഴിഞ്ഞാൽ അനേകം മിനിസ്ട്രികൾക്ക് ഒരു സഹായമാകും, ശുശ്രൂഷകൾക്ക് സഹായമാകും. എൻ്റെ സഹോദരങ്ങളെ, സ്നേഹപൂർവ്വം അത് സ്വീകരിക്കുക. നമ്മുടെ തലമുറകളും കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുവാനുള്ള ഒരു പ്രധാന വഴിയാണത്. നമ്മളെല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ. നമുക്കായിരിക്കുന്നിടത്ത് മുട്ടുകുത്തി നിന്ന് പരിശുദ്ധ കുർബാനയായി ഈശോ നമ്മുടെ മധ്യേ വരുന്ന സമയമാണ്. പ്രാർത്ഥനാപൂർവം അൾത്താരയിലേക്ക് കരങ്ങൾ തുറന്നു പിടിച്ച് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഈശോയെ നന്ദി. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയമൂഴിയം നിർമ്മിച്ച നാഥനെ, ആഴിയമൂഴിയം നിർമ്മിച്ച നാഥനെ ആത്മാവിൽ ആരാധിക്കാം. കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കാം. കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ.
പരിശുദ്ധനായ കർത്താവേ, ദിവ്യകാരുണ്യമായി കടന്നു വന്ന് ഞങ്ങൾ അനുഗ്രഹിക്കുന്ന നല്ല ദൈവമേ, തിരുച്ചോരയാൽ ഞങ്ങളെ കഴുകണമേ, തിരുരക്തത്താൽ ഞങ്ങളെ പൊതിയണമേ. ഒന്നിച്ച് പാടി ആരാധിക്കുന്നു. പാവന വീണം തന്നു പാപത്തിൻ കരപൊക്കി, പാവന വീണം തന്നു പാപത്തിൻ കരപൊക്കി, രക്ഷിച്ചതാ നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കാം. രക്ഷിച്ചതാ നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കാം. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. 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 ഇരു കരങ്ങളും ഉയർത്തി ഒന്നിച്ച് വിളിക്കുന്നു ഈശോയെ. ജീവിക്കുന്ന ദൈവമേ, ജീവനുള്ള കർത്താവേ, അവിടുത്തെ തിരുച്ചോരയാൽ ഞങ്ങളെ കഴുകണമേ, തിരുരക്തത്താൽ മുദ്ര ചെയ്യണമേ, തിരുരക്തത്തിന്റെ അഭിഷേകം നൽകണമേ, തിരുരക്തത്തിന്റെ കൃപകൾ നൽകണമേ. കർത്താവിന്റെ തിരുരക്തം പെരുമഴ പോലെ പെയ്യട്ടെ, പെരുമഴ പോലെ പെയ്യട്ടെ. കുടുംബങ്ങളിൽ പെയ്തിറങ്ങട്ടെ, തലമുറകളിൽ തിരിച്ചോര പെയ്തിറങ്ങട്ടെ. സമൂഹങ്ങളിൽ, കൂട്ടായ്മകളിൽ കർത്താവിന്റെ തിരുരക്തത്തിന്റെ അനന്ത ശക്തി വ്യാപരിക്കട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധരിൽ പരിശുദ്ധനായ കർത്താവിന്റെ തിരുമുൻപിലാണ് നമ്മളെല്ലാം ആയിരിക്കുന്നത്. ഹെബ്രായ പുസ്തകം 7-ാം അധ്യായം 26-ാം വചനത്തിൽ കണ്ടു, നമ്മുടെ കർത്താവ് ദോഷരഹിതനും പരിശുദ്ധനും നിഷ്കളങ്കനും പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനുമാണ്. നമ്മുടെ ഈശോ ഊനുമറ്റ കുഞ്ഞാടാണ്. അവൻ നമ്മുടെ പെസഹ കുഞ്ഞാടാണ്. അവന്റെ രക്തത്തിൽ നമുക്ക് വിമോചനമുണ്ട്. ഈശോയുടെ രക്തത്തിൽ നമുക്ക് സംരക്ഷണമുണ്ട്. ഈശോയുടെ രക്തത്തിൽ നമുക്ക് വീണ്ടെടുപ്പും വിടുതലുമുണ്ട്. ഈശോയുടെ രക്തം വഴി നമുക്ക് എല്ലാ ആത്മീയമായ കൃപകളുമുണ്ട്. അൾത്താരയിലേക്ക് കരങ്ങളെല്ലാവരും തുറന്നു പിടിച്ച് ഇതാ പരിശുദ്ധ കുർബാനയിൽ നിന്ന് ജീവിക്കുന്ന കർത്താവിന്റെ അത്ഭുത ശക്തി നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകപ്പെടുന്ന സമയം, നമ്മുടെ ഭവനങ്ങളിലേക്ക് കർത്താവിന്റെ അനന്ത ശക്തി വ്യാപരിക്കുന്ന സമയമാണ്. നിലവിളിയോടെ പ്രാർത്ഥിക്കുക, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ഇത് കൃപയുടെ സമയമാണ്. കർത്താവിന്റെ തിരുരക്തം നമ്മുടെ ഭവനങ്ങളിൽ പെയ്തിറങ്ങുന്ന സമയം. കർത്താവിന്റെ ദൂതന്മാരെ തിരുരക്തം തെളിക്കുകയാണ് നമ്മുടെ ജീവിതങ്ങളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, കൂട്ടായ്മകളിലേക്ക്, തലമുറകളിലേക്ക്. യേശുവിന്റെ തിരുരക്തം ഇതാ പെരുമഴ പോലെ പെയ്തിറങ്ങുന്നു. എല്ലാ ഇരുട്ടിന്റെ ശക്തികളും, പൈശാചിക പീഡകൾ, സാത്താൻ അരൂപികൾ യേശുവിന്റെ രക്തത്തിന് അനന്ത ശക്തിയാൽ നിർവീര്യമാകുകയാണ്. അൾത്താരയിലേക്ക് കരങ്ങൾ നീട്ടിപ്പിടിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടുവാൻ, യേശുവിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിക്കുവാൻ, യേശുവിന്റെ രക്തത്താൽ പൊതിയപ്പെടുവാൻ, ഈ രക്തത്തിന്റെ അഭിഷേകത്താൽ പൂരിതരാകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ നീട്ടിപ്പിടിച്ച് നമ്മൾ ഒന്നിച്ച് വിളിക്കുന്നു ഈശോയെ. ഹല്ലേലൂയ. വിളിച്ച് വിളിച്ച് പ്രാർത്ഥിച്ചോ. കുടുംബങ്ങളിൽ തിരക്കത്തിന് ശക്തി വ്യാപരിക്കട്ടെ. അത്ഭുത ഡെലിവറൻസ് ഉണ്ടാകട്ടെ, ഹീലിംഗ് ഉണ്ടാകട്ടെ, അത്ഭുത കൃപകൾ വെളിപ്പെടട്ടെ. കെട്ടുകളടിക്കുന്ന അഭിഷേകം, കെട്ടുകളടിക്കുന്ന അഭിഷേകം, ദുഃഖങ്ങളൊടിക്കുന്ന അഭിഷേകം, ബന്ധനങ്ങളെ തകർക്കുന്ന അഭിഷേകം. കർത്താവേ, ഈ സമയം പരിശുദ്ധ കുർബാനയിൽ നിന്ന് ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ.
സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് കർത്താവിന്റെ തിരക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്ക് പെയ്തിറങ്ങട്ടെ. നമ്മുടെ കുടുംബങ്ങളിലുള്ള കലഹങ്ങള്, അസ്വസ്ഥതകള്, സമാധാനമില്ലായ്മകള്, നിസ്സാര കാര്യങ്ങൾക്കുള്ള അടിപിടികള്, തെറ്റിദ്ധാരണകള്, സംശയങ്ങള്, വെറുപ്പ്, ബന്ധങ്ങളിലെ തകർച്ചകള്, ഇത്തരത്തിലുള്ള പൈശാചിക പീഡകള്, സാത്താൻ അരൂപികള് യേശുവിന്റെ രക്തത്താൽ തിരിച്ചോരയുടെ അനന്ത ശക്തിയാൽ നിർവീര്യമാകുവാൻ നമ്മുടെ കുടുംബങ്ങളെ കർത്താവിന് സമർപ്പിച്ച് ഈശോയുടെ തിരുരക്തത്തിന്റെ അത്ഭുതകരമായ അഭിഷേകം കുടുംബങ്ങളിലേക്ക് പെയ്തിറങ്ങുവാൻ ഒന്നിച്ച് വിളിക്കുന്നു. ഈശോ സ്തുതിക്കുന്നു. രക്തം രക്തം ചെയ്യും. ഹല്ലേലൂയ. രക്തക്കോട്ട, തിരുരക്തക്കോട്ട. രക്തത്താൽ പൊതിയപ്പെടട്ടെ, തിരുരക്തത്താൽ പൊതിയപ്പെടട്ടെ, തിരിച്ചോറിയാൽ പൊതിയപ്പെടട്ടെ, തിരിച്ചോറിയാൽ പൊതിയപ്പെടട്ടെ. Precious blood. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ദേശങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഓരോ വ്യക്തി അനുഗ്രഹിക്കപ്പെടട്ടെ. സ്തുതിക്കുന്നു. രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. നമ്മുടെ കുടുംബങ്ങൾ രക്തത്തിന്റെ മറവിലേക്ക് രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലിനായി അല്പം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഓരോ കുടുംബത്തിലേക്ക് നമ്മുടെ മക്കളെ സമർപ്പിക്കുക. നമ്മുടെ മക്കളിലുള്ള അടിമത്തങ്ങള്, വിശ്വാസരാഹിത്യം, അവരുടെ ചില തെറ്റായ ജീവിതങ്ങള്, അവർ അനുഭവിക്കുന്ന വിവിധങ്ങളായ ബോണ്ടേജുകള്, അവരുടെ ജീവിതങ്ങളിൽ വന്ന പലവിധ തകർച്ചകള്, ഇതിലേക്കല്ല യേശുവിന്റെ തിരക്തം ഒഴുകപ്പെടുവാൻ അവരുടെ പഠന മേഖലകള്, അവരുടെ ഭാവി, അവരെ കുറിച്ചുള്ള ആശങ്കകള് എല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ച് നമ്മുടെ മക്കൾ കർത്താവിന്റെ തിരക്തത്തിന് മറവിൽ പൊതിയപ്പെടുവാൻ, ആ മറവിൽ എപ്പോഴും ആയിരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ, തലമുറകളെ സമർപ്പിച്ച് കരമുയർത്തി ഒരിക്കൽ കൂടെ വിളിക്കുന്നു. ഈശോയെ യേശുവിന്റെ രക്തമേ, അറിയില്ലാത്ത രക്തമേ, രക്തമേ, പരിശുദ്ധ രക്തമേ, എല്ലാവിധ പൈശാചിക പീഡകളും വിട്ടൊഴിഞ്ഞു പോകുക. സാത്താൻ കൊണ്ടുവരുന്ന വിവിധങ്ങളായ തടസ്സങ്ങൾ, പല വിധത്തിലുള്ള ബോണ്ടേജുകൾ, അടിമത്തങ്ങൾ, പൈശാചിക ആധിപത്യങ്ങൾ, സാത്താൻ രൂപികള്, ചില പരമ്പരാഗത രോഗങ്ങള്, ചില ശാപഗ്രസ്തമായ ബന്ധനങ്ങള്, വിട്ടുമാറ്റം പറ്റാത്ത പാപശീലങ്ങൾ, മദ്യപാനം, മയക്കമരുന്ന്, കഞ്ചാവ്, ജഡീക പാപങ്ങള്, വെറുപ്പ്, വൈരാഗ്യം, സംശയം, അവിശ്വസ്തതയുടെ തലങ്ങള്, അശുദ്ധമായ തലങ്ങള്, അനുസരണക്കേട്, ധിക്കാരം, വിപരീത ബുദ്ധി, എതിർചിന്ത, അലസത, മടി, ഇത്തരത്തിലുള്ള എല്ലാവിധ പൈശാചിക അരൂപികളും പീഡകളും കർത്താവായ യേശുവിന്റെ തിരുരക്തത്തിന് അനന്ത ശക്തിയാ, തിരുച്ചോരയുടെ അനന്തമായ അഭിഷേകത്താൽ സകല കെട്ടുപാടുകളും ഛിന്നഭിന്നമാകുവാൻ ഈ തലങ്ങളെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ തിരുരക്തത്തെ ഒന്നിച്ചു വിളിക്കുന്നു. യേശുവിന്റെ രക്തമേ, അത്ഭുത ഡെലിവറൻസുകൾ ഉണ്ടാകട്ടെ. ഓരോ വ്യക്തിയിലേക്കും ഡെലിവറൻസ് കടന്നു വരട്ടെ. കുടുംബങ്ങളിൽ, ദേശങ്ങളിൽ, കൂട്ടായ്മകളിൽ, തലമുറകളിൽ, സമൂഹങ്ങളിൽ യേശു നൽകുന്ന വിമോചനം, യേശു നൽകുന്ന വിടുതൽ, യേശു നൽകുന്ന രക്ഷ നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. ഈശോ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. കർത്താവേ, തിരുച്ചോരയുടെ മറവിലേക്ക് ഞങ്ങളുടെ വ്യക്തി ജീവിതത്തെയും കുടുംബങ്ങളെയും, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും
സഹോദരി സഹോദരങ്ങളെയും ജീവിത പങ്കാളിയെയും വസ്തുവകകളെയും തൊഴിൽ മേഖലകളെയും ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളെയും സമർപ്പിത സമൂഹങ്ങളെയും സഭ മുഴുവനെയും എല്ലാ പ്രവർത്തനങ്ങളെയും ശുശ്രൂഷ തലങ്ങളെയെല്ലാം കർത്താവേ ഞങ്ങളുടെ തിരുച്ചോരയുടെ മറവിലേക്ക് ഞങ്ങൾ കൊണ്ടുവരികയാണ്. ഞങ്ങളെ പൊതിയണമേ, ഞങ്ങളെ സൂക്ഷിക്കണമേ, ഞങ്ങളെ സംരക്ഷിക്കണമേ. അവിടുത്തെ വലിയ തിരുരക്തത്താൽ ഞങ്ങളെ മുദ്ര ചെയ്യണമേ, ഞങ്ങളെ മുദ്ര ചെയ്യണമേ, ഞങ്ങളെ മുദ്ര ചെയ്യണമേ, മുദ്ര ചെയ്യണമേ, മുദ്ര ചെയ്യണമേ, മുദ്ര ചെയ്യണമേ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ അഭിഷേകം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ അഭിഷേകം വർദ്ധിപ്പിക്കണേ. തിരുരക്തത്തിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. തിരുരക്തത്തിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ആമേൻ. നമ്മുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും നമ്മുടെ നിയോഗങ്ങൾ ആവശ്യങ്ങളെല്ലാം കർത്താവിന്റെ തിരുരക്തത്തിലേക്ക്, തിരുമുറിവുകളിലേക്ക്, അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഏറ്റവും സുരക്ഷിതമായ ഇടമാണ് കർത്താവിന്റെ തിരുഹൃദയം. നമുക്ക് അഭയവും സങ്കേതവുമാണ്. കർത്താവിന്റെ തിരുരക്തം നമുക്ക് കവചമാണ്, കോട്ടയാണ്. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. അടുത്ത 3 ദിനങ്ങളിലും ഈ വരുന്ന ശനിയാഴ്ച 29 വരെ പ്രഷ്യസ് ബ്ലഡ് ശുശ്രൂഷ ഷെക്കിൻ ന്യൂസ് റോഡ് ടെലികാസ്റ്റ് ചെയ്യപ്പെടുകയാണ്. അടുത്ത 3 ദിനങ്ങളിലും കുടുംബമായി നിങ്ങൾ പങ്കെടുത്ത് ഈശോയുടെ രക്തത്തിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളും കൃപകളും സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുക. അതിനുവേണ്ടി ഒരുങ്ങി പ്രാർത്ഥിച്ച് വരിക. നമുക്ക് മുട്ടുകുത്തി നിന്ന് കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരേ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോ നമ്മെ അനുഗ്രഹിക്കുന്ന സമയം കർത്താവിന്റെ രക്തത്തിന്റെ മറവിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മൾ അവിടുത്തെ നാമം വിളിക്കുകയാണ്. ഈശോയേ, ആരാധന ആരാധന ആരാധന. തിരുരക്തത്തിൻ മറവിലാണ് ഞാൻ. ഈശോ ഈശോ ഈശോ. തിരുരക്തത്തിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. തിരുച്ചോരയാൽ പ്രൊട്ടക്ട് ചെയ്യണമേ. തിരുരക്തത്തിൻ സംരക്ഷിക്കണമേ. ആക്രമണങ്ങളിൽ നിന്നും എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.